സൂറത്തുൽ ഇസ്രായിലെ 36-ാമത്തെ വചനം. എന്താ വായിക്കാൻ പറ്റുന്നത്? വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. എന്താ പറഞ്ഞത്? ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അർത്ഥം പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? അറിയില്ല? ആർക്കും അറിയില്ല? ഞാൻ പറയട്ടെ. ഞാനിത് പറഞ്ഞതിന് ശേഷം ഇപ്പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാറുണ്ടോ എന്നൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആനിൽ ഇവിടെ പറഞ്ഞു വെച്ച സംഗതി എന്താണെന്നറിയോ? നിങ്ങൾക്ക് അറിയാത്ത, നിങ്ങൾക്ക് ഉപകാരമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ഒരാവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ, അങ്ങനത്തെ അറിവുകൾ ഒരുപാട് നമ്മളുടെ ദുനിയാവിലില്ലേ? ഈ അറിവുകളെ, അതിനെ തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? അങ്ങനത്തെ വിഷയങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ പറയാൻ നിൽക്കരുത്. അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് വെറുതെ പറഞ്ഞു നടക്കരുത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അങ്ങനത്തെ അറിവുകളൊന്നും നിങ്ങൾ സ്വീകരിക്കാൻ നിൽക്കരുത്. ആവശ്യമില്ലാത്തതൊന്നും കാണാൻ നിൽക്കരുത്. ആവശ്യമില്ലാത്തതൊന്നും കേൾക്കാൻ നിൽക്കരുത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനേ പാടില്ല. അതാണ് അതിൻ്റെ അടുത്ത ആയത്ത് പറഞ്ഞത്. ഇന്ന സമഅ, സമഅ എന്താ? കേൾവി, വൽ ബസറ കാഴ്ച, വൽ ഫുആദ ചിന്തകൾ, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല എല്ലാം ചോദ്യം ചെയ്യും, എല്ലാം ചോദ്യം ചെയ്യപ്പെടും. അതില് കൃത്യം പറഞ്ഞു, ഒന്ന് കേൾവി, ഒന്ന് കാഴ്ച, ഒന്ന് ചിന്ത, ഇത് മൂന്നും ചോദ്യം ചെയ്യപ്പെടും. ഇവിടെയാണ് നമ്മളൊരു പുതിയ റിസന്റ് പഠനത്തെക്കുറിച്ച് ആലോചിക്കേണ്ടത്. ഈ അടുത്ത് വന്നിട്ടുള്ള ചില പഠനങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണോ? എല്ലാവരും യൂസ് ചെയ്യണോ? യൂസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും? എത്ര സമയം യൂസ് ചെയ്യും? എത്ര നേരം യൂസ് ചെയ്യും? പറഞ്ഞോ. എത്ര മണിക്കൂർ? 2 മണിക്കൂർ? 3 മണിക്കൂർ? 3 മണിക്കൂറൊന്നും യൂസ് ചെയ്യില്ല? ഇല്ല. ഞാൻ അത്ര സമയം ഒരു സിസ്റ്റം ഒരു ദിവസം യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയോ? എൻ്റെ പണി അങ്ങനത്തെ ഒരു പണിയാണ്. ആമസോണിലാണ് ഒരു ഈ ഹാക്കർമാരൊക്കെ അല്ലേ, അവരൊക്കെ പിടിക്കുന്ന ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതിലാണ്. പക്ഷെ അങ്ങനത്തെ വലിയ പണിയൊന്നുമില്ല കേട്ടോ, സിമ്പിൾ പണിയാണ്. അതിനൊക്കെ ഒരു വഴികളൊക്കെ ഉള്ളത്. എന്തായാലും എൻ്റെ പണി വെച്ചിട്ട് ഞാൻ ഒരു ദിവസം 9 മണിക്കൂറിലധികം ഞാൻ സിസ്റ്റം യൂസ് ചെയ്യും. എൻ്റെ ജോലി അതാണ്. പക്ഷെ അതന്നെ നമ്മൾക്ക് ഒരുപാട് എന്താ പറയുക, ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ സിസ്റ്റത്തിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ കണ്ണ് ക്ഷീണിക്കും, അത് നമ്മളുടെ മനസ്സിനെ ബാധിക്കും, നമ്മൾ ഉറക്കം വരും, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ ഒരു അഡിക്ഷൻ്റെ ഒരു കണക്കുണ്ട്, അത് നിങ്ങൾക്കൊന്ന് കാണണം. ഇപ്പോൾ വേൾഡ് ലെവലിൽ, ലോകത്ത് അഡിക്ഷൻ്റെ കണക്ക് പ്രകാരം എത്ര ആളുകളാണ് സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എത്ര ആളുകളാണ് പറയാൻ പറ്റുമോ? അതായത് 54 മില്യൺ ഡ്രഗ് അഡിക്ട്സ് ഉണ്ട്. ഡ്രഗ്സിന് അഡിക്ട്സ് ആയി. ഡ്രഗ് പറഞ്ഞാൽ ലഹരികൾ, മയക്കുമരുന്ന്, കള്ള്, ഇങ്ങനത്തതിന് 54 മില്യൺ ഡ്രഗ് അഡിക്ട്സ് ആവാനുള്ള, അത് അത്രത്തോളം ഒരു ഉയർന്ന ലെവലിലേക്ക് ഡ്രഗ് അഡിക്ട്സ് എത്താൻ 100-ലധികം വർഷം എടുത്തിട്ടുണ്ട്. അതായത് 100 വർഷത്തിന് മുകളിലായപ്പോഴാണ് ഇത്രത്തോളം ഡ്രഗിന് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായത്. അത് പതുക്കെ പതുക്കെ ഇതിങ്ങനെ സമൂഹത്തിൽ ബാധിച്ചിട്ട് ഇങ്ങനെ 54 മില്യൺ ആളുകൾ ഡ്രഗ് അഡിക്ട്സ് ഉണ്ട്. കാരണം അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ ചില ഏരിയകൾ മുഴുവൻ ഡ്രഗ്സിന്റെ ലോകമാണ്. അമേരിക്ക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ മുഴുവൻ എന്താ പറയുക, എല്ലാവരും നല്ല പ്രിവിലേജായിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കോട്ടൊക്കെ ഇട്ട് നടക്കുന്ന ആൾക്കാർ. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിലൊക്കെ ഫിലാഡൽഫിയ എന്ന് പറയുന്ന അമേരിക്കയിൽ ഒരു നാട് മാത്രം എടുത്ത് നോക്കിയാൽ മതി. ആ നാട് ഡ്രഗ്സിന് അഡിക്റ്റ് ആയിട്ട് സോംബികളെ പോലെ നടക്കുന്ന ആളുകളുണ്ടെന്ന് അവിടെ. സോംബികൾ അറിയില്ലേ അല്ലേ? പ്രേതങ്ങളെ പോലെയൊക്കെ നടക്കുന്ന അവിടെ ആളുകൾ ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നതാണ്, ഇങ്ങനെ കിടക്കുന്നത് കാണാം, നിലത്ത് കിടക്കുന്നത് കാണാം. ഇട്ട വസ്ത്രം പോലും അത് ശരിക്ക് ഒരു നല്ല രീതിയിൽ പോലും വസ്ത്രം എന്താ പറയുക ധരിക്കാതെ, അല്ലെങ്കിൽ
ഉടുത്ത വസ്ത്രമൊക്കെ അഴിഞ്ഞു പോയിട്ടൊക്കെ റോട്ടിൽ കിടക്കുന്ന കാണാൻ പറ്റും. മാനം പോയിട്ട് അങ്ങനെ കിടക്കുന്നത് ഫിലാഡൽഫിയ എന്ന നാട്ടിൽ. കാരണം എന്താ? ഡ്രഗ് അഡിക്റ്റ് ആയതാ. അത്രത്തോളം ഡ്രഗ് അഡിക്റ്റ് ആവാൻ, അങ്ങനെ വ്യാപിക്കാൻ എടുത്ത സമയം എന്ന് പറയുന്നത് 100 വർഷത്തിന്റെ മുകളിലാണ്. 100 വർഷത്തിന്റെ മുകളിലായിട്ട് സോഷ്യൽ മീഡിയയെ സംബന്ധിച്ച് അതിൻ്റെ അഡിക്ഷൻ എന്ന് പറയുന്നത് എത്രയെന്നറിയോ നിങ്ങൾക്ക്? സോഷ്യൽ മീഡിയ അഡിക്ഷൻ 250 മില്യൺ സ്ക്രീൻ അഡിക്ട്സ് ആണ്. സ്ക്രീനിന് അഡിക്റ്റ് ആയത് 250 മില്യൺ ആളുകളാണ്. സ്ക്രീനിന് അഡിക്റ്റ് ആയത് 250 മില്യൺ. 1 മില്യൺ എന്ന് പറഞ്ഞാൽ അത്ര 10 ലക്ഷം. 250 മില്യനാ. അതും എത്ര വർഷം കൊണ്ടാ? 15 വർഷം കൊണ്ടാ. ഡ്രഗിന് അഡിക്റ്റ് ആവാൻ എത്ര കാലം എടുത്തത്? 100 വർഷം. സോഷ്യൽ മീഡിയക്കോ 15 വർഷം. ഇന്ത്യയിലെ ആളുകളില്ലേ, ഇന്ത്യയിലെ ആളുകളുടെ സ്ക്രീൻ അഡിക്ഷന്റെ ടൈം എത്രയെന്ന് നിങ്ങൾക്കറിയോ? അറിയോ? ഇന്ത്യയിലെ ആളുകളുടെ സോഷ്യൽ മീഡിയയുടെ സ്ക്രീൻ അഡിക്ഷന്റെ സമയം എന്ന് പറയുന്നത് ഒരാൾക്കും ഗസ് ചെയ്യാറ്റില്ല? കഴിയൂല? പറയൂ. എത്ര? ഇന്ത്യയിലെ ഒരു ആവറേജ് ആളുകൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതിന്റെ സമയം എത്ര? 10 മണിക്കൂറാ? അതിൽ പറയുന്ന ഒന്ന് 6 to 7 hours. അതൊരു മിനിമം ആയിട്ട് ഒരു ആവറേജ് കണക്കെടുത്തിട്ട് അവർ ഉപയോഗിക്കുന്നത് 6 to 7 hours ആണെന്ന്. 6 മുതൽ 7 മണിക്കൂർ വരെ അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ സമയം ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇത് നമ്മളുടെ റിലീജിയസിനെ ആയിട്ട് നമ്മളെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെ സമയത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത്. നമ്മളൊക്കെ ആസ് എ മുസ്ലിം, ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾക്ക് നമസ്കാരം, നോമ്പ്, ഇങ്ങനത്തെ ഒരുപാട് കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇല്ലേ? വീട്ടിലിങ്ങനെ ഫോൺ ഉപയോഗിക്കുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ ഉമ്മയോ ഒപ്പയോ പറയാ പള്ളി പോവാനായി സമയമായി, ബാങ്ക് കൊടുത്തു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഫോണ് കയ്യിലുള്ള ഫോണിൽ എന്തോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എന്ത് പറയും? അല്ലേ? വെയിറ്റ് ചെയ്യാൻ പറയും. കുറച്ചുകൂടി കഴിയട്ടെന്ന് പറയില്ലേ? അല്ലേ? അപ്പോൾ നമ്മളുടെ റിലീജിയസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളെ ഇത് ബാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. റിലീജിയസ് പേഴ്സ്പെക്റ്റീവിൽ, ഒരു മതത്തിന്റെ പേഴ്സ്പെക്റ്റീവിൽ, ദീനിന്റെ പേഴ്സ്പെക്റ്റീവിൽ എന്തെല്ലാം കാര്യങ്ങളെ ഇത് ബാധിക്കുന്നുണ്ട് നിങ്ങൾ അറിയോ? നമ്മൾ അറിയാതെ നമ്മളുടെ എന്തെല്ലാം കാര്യങ്ങൾ ഇത് ബാധിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോട്ടോ. ഒരുപാട് കാര്യങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ഈ സ്ക്രീൻ ടൈം നമ്മൾ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിലൊന്ന് നമ്മളുടെ അഭിമാനത്തെയാണ്. നമ്മളുടെയൊക്കെ അഭിമാനത്തെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെ അത്? ഈ സ്ക്രീൻ, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഗതി മനുഷ്യന്മാരുടെ അഭിമാനത്തിന് ഒരു കോട്ടം തട്ടിക്കുന്നത് എങ്ങനെ എന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതിലൊന്ന് ഞാൻ പറയാം. അതിലൊന്ന് നിങ്ങൾ റീസെന്റ് കണ്ടിട്ടുള്ള ഒരു സംഗതിയുണ്ട്. എന്താണ്? AI സ്റ്റുഡിയോസ്. ഇങ്ങനത്തെ ഒരു സാധനം അറിയോ? AI സ്റ്റുഡിയോസ് എന്താ? ഒരു ഉദാഹരണം പറയും. ഒരു AI സ്റ്റുഡിയോസിന് ജെമിനായി, ChatGPT ഒരു LLM ആണ്. ശരിക്കും അതും ഒരു AI സ്റ്റുഡിയോ തന്നെയാണ്. അല്ലാന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, റൈറ്റ്. ChatGPT, ജെമിനായി, ഡീപ് സീക്ക്, ഇതൊക്കെ ഉണ്ട്. ഇതിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഫോട്ടോസൊക്കെ കിട്ടണോ? ഏത്? എൻ്റെ ഫോട്ടോ ഒന്ന് ട്രെൻഡായിട്ട് ചേഞ്ച് ചെയ്ത് തരാൻ, എസ്പെഷ്യലി ഗേൾസൊക്കെ ഇല്ല. എൻ്റെ ഫോട്ടോ പഴയ കാലത്തല്ലേ, എൻ്റെ പ്രായം കഴിഞ്ഞാൽ, ഇത്ര കാലം കഴിഞ്ഞാൽ എൻ്റെ ഫോട്ടോക്ക് വയസ്സായിട്ട് വരും. ഇട്ടിട്ടില്ല? എന്നാൽ കാലാകാലങ്ങൾ ഇടണ്ട. അതിൽ വലിയ, അതായത് നിങ്ങൾ ഇട്ടിട്ടില്ല വിചാരിച്ചിട്ട് എന്ത് ചെയ്യില്ല, നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾ അത് ബാധിക്കാനൊന്നും പോകണില്ല. ഇട്ടാൽ ഒരു പക്ഷേ ബാധിച്ചേക്കാം. കാരണം റീസെൻ്റ്ലി വന്നിട്ടുള്ള ഒരുപാട് പഠനങ്ങൾ അങ്ങനെ, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും, നമ്മൾ ഓരോ സംഗതിക്ക് വേണ്ടി നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യും? പല സാധനങ്ങളും ഇട്ടിട്ട് നമ്മളുടെ ഫോട്ടോ കോലത്തിനൊക്കെ നമ്മൾ മാറ്റും. പക്ഷേ ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്? പല നിലക്കും പല ആളുകളും യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഐഡന്റിറ്റി വെച്ചിട്ട്, നമ്മളുടെ ഫേസ് വെച്ചിട്ട് ഫേക്ക് ഐഡികളും, പിന്നെ ഒരുപാട് എന്താ പറയുക, അവർക്ക് വേണ്ട രീതിയിൽ അവനെ മാനിപ്പുലേറ്റ് ചെയ്യും, അതിനെ ചൂഷണം ചെയ്യും.
ഈ അടുത്ത് വന്ന ഒരു വാർത്തയാണെന്നാ, ഒരു ലേഡി വന്നിട്ട് ആ ലേഡി പറഞ്ഞ, ഒരു പെൺകുട്ടി പറഞ്ഞാണ്, എൻ്റെ ഫോട്ടോ മോർഫ് ചെയ്തിട്ട് എന്ത് ചെയ്തു വേറെ ആൾ. അതായത് നമ്മളുടെ ഫോട്ടോ ഒരു കാലത്തൊക്കെ മോർഫ് ചെയ്യാന്നുണ്ടെങ്കിൽ, പഴയ കാലത്തൊക്കെ കട്ട് ചെയ്ത് വേറൊരു ഉടൽമ കൊണ്ടുപോയി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നൊക്കെ മനസ്സിലാവും ഇത് കട്ട് ചെയ്ത് വെച്ചതാണെന്ന് മനസ്സിലാവും. പക്ഷെ ഇന്നെങ്ങനെയാണ് എത്രയും പെർഫെക്റ്റ് ആയിട്ട് അത് നിങ്ങളല്ലാന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയൂല, നിങ്ങളല്ലാന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇന്ന് എന്ത് വിഷയം ഉണ്ടായാലും പല ആളുകളും വന്നിട്ട് പറയുന്നത് അത് ഞാനല്ല, AI ആണെന്ന് പറയും. AI ആണെന്ന് പറഞ്ഞാൽ നമ്മളുടെ മേലെ തടിയൂരല്ലോ. അങ്ങനെ ഒരുവിധ ആളുകളുടെ ഫോട്ടോസൊക്കെ മോഫ് ചെയ്തിട്ട് അത് സെക്ഷുവലി പോലും അബ്യൂസ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രചരിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കാം നിങ്ങളോട്, നിങ്ങളുടെ ഫോട്ടോ ഇതേപോലെ ChatGPT ജെമിനിയിലൊക്കെ ഇട്ടിട്ട് ഒരാൾ ചോദിച്ചു, ഒരാളതെടുത്തിട്ട് അതിന് ലീക്ക് ആയിട്ടുള്ള പിക്ചേഴ്സ് എടുത്തിട്ട് അത് മോർഫ് ചെയ്തിട്ട് ആണോ പെണ്ണോ ആയിക്കോട്ടെ, നിങ്ങളുടെ ഫോട്ടോ ഒരു ന്യൂഡ് ഒരു ബോഡി മേൽ വെച്ചു, ഒരു നെയ്ക്കഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടാത്തൊരു ബോഡിയിൽ വെച്ചു, എന്നിട്ട് നിങ്ങളോട് പറയുകയാണെന്ത് ഇത്ര പൈസ വേണം, അല്ലെങ്കിൽ എന്ത് ചെയ്തോ, അല്ലെങ്കിൽ ഞാൻ ഇന്റർനെറ്റിൽ ഇത് പ്രചരിപ്പിക്കും, നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ നിങ്ങളല്ല അത് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾക്ക് അഭിമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ പറയും പൈസ തരാമെന്ന് പറഞ്ഞാൽ അതിന് റെഡി ആയി കൊടുക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എന്താ വേണ്ട ചെയ്തോ, കണ്ടോലെ കൂട്ടിക്കോ എന്ന് പറയില്ലേ, ആ അവസ്ഥയൊക്കെ നമ്മൾ പറയേണ്ടി വരും. അതാണ് അഭിമാനത്തിനെ ചൂഷണം ബാധിക്കുന്ന ഒരു സംഗതി. മറ്റൊന്നുകൂടി പറയട്ടെ, സോഷ്യൽ മീഡിയയിൽ പല ചർച്ചകളും കാര്യങ്ങളും കാണും. ഒരു പക്ഷേ നിങ്ങൾ പലപ്പോഴും ഇപ്പോൾ അതിനെപ്പറ്റി അവെയർഡ് ആവില്ല. പക്ഷെ കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞ് നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുമ്പം പല വാർത്തകളും വരും. ആ വാർത്തകൾ വരുമ്പോൾ ആളുകൾ എന്താ ചെയ്യാറിയോ, കാണുന്ന വാർത്തകളെ അപ്പാടെ വിശ്വസിക്കും, പെട്ടെന്ന് വിശ്വസിക്കും. നിങ്ങൾക്കറിയോ, ഒരു വർഷത്തിന് മുമ്പറ്റേ നമ്മളെ കേരളത്തിൽ തന്നെ 75 വയസ്സുകാരനായിട്ടുള്ള ഒരു മനുഷ്യനെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തു. പോക്സോ എന്ന് പറഞ്ഞാൽ മൈനർ ആയിട്ടുള്ള 18 വയസ്സിന് താഴെയുള്ള ആളുകളെ പീഡിപ്പിക്കുമ്പോഴുള്ള ഒരു കേസാണത്. അത് ഭയങ്കര എന്താ പറയുക, ഒരുപാട് കാലം അവർക്ക് ജയിൽ കിട്ടും. ആ മനുഷ്യനെ പറ്റി ഒരു കുട്ടി പറഞ്ഞു, ആ മനുഷ്യൻ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞപ്പം 285 ദിവസത്തെയാണ് ആ മനുഷ്യൻ ജയിലിൽ കിടന്നത്. അവസാനം ആ കുട്ടി പറഞ്ഞതറിയോ, 285 ദിവസം കഴിഞ്ഞിട്ട് ആ കുട്ടി പറഞ്ഞത് ആ മനുഷ്യനല്ല അതിന് ഉത്തരവാദി എന്നാ. പക്ഷേ 285 ദിവസവും ഈ മനുഷ്യൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് ആ വാർത്തകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഉണ്ടായപ്പോൾ ആളുകൾ അതിൻ്റെ കടിയിൽ ഇങ്ങനെ ഏറ്റവും മോശമായിട്ട് ആ മനുഷ്യനെ ചിത്രീകരിച്ചിട്ട് ഒരു വാർത്ത കാണുമ്പോഴേക്കും അതാണ് സത്യമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. അത് ആളുകൾ വിശ്വസിച്ച് ആ മനുഷ്യനെ തെറി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എത്ര കാലം? 285 ദിവസം. അത് കഴിഞ്ഞ് ആ മനുഷ്യനല്ല കുറ്റവാളി, ആ മനുഷ്യൻ നിരപരാധിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ എല്ലാവരും എന്ത് പറഞ്ഞു? അയ്യോ പാവാണ്. അപ്പൊ അത്ര ദിവസം അതിനെപ്പറ്റി കുറ്റം പറഞ്ഞു നടന്ന നമ്മളാരാ? എന്താവും? അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു തെറ്റായിട്ടുള്ള സംഗതിയെ ശരിയാണെന്ന് നമ്മൾ വിചാരിച്ച ഒരു മനുഷ്യനെതിരെ നമ്മളിങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ നന്മകൾ പോയില്ലേ? നമ്മൾ ആ മനുഷ്യനെ കുറ്റം പറഞ്ഞത് കാരണം നമ്മളെ നന്മ പോയി. അപ്പൊ അത് എന്തിനാ ബാധിക്കുന്നത്? ഈ സോഷ്യൽ മീഡിയയുടെ ഒരു കാര്യം അഭിമാനത്തിനെ ബാധിച്ചു. മറ്റൊന്ന് ഇത് ബാധിക്കുന്ന ഒരു സംഗതിയുണ്ട്. എന്തറിയോ? എന്താണ്? മനസ്സമാധാനം. സോഷ്യൽ മീഡിയ ഇന്ന് ഒരുവിധം ആളുകളൊക്കെ ഡിപ്രഷനിലാണ്. എന്താണ് കാരണം? ഇങ്ങനെ ഒരുപാട് സംഗതി, ഇത് നമ്മളെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഗതി നമ്മളെ മനസ്സമാധാനത്തിനെ ബാധിക്കാണ്. ആർക്കും സമാധാനമില്ല. ഈ ഒരു കാലഘട്ടത്തിൽ ആർക്കും സമാധാനമില്ല. നിങ്ങൾക്ക് പറയാറുണ്ടോ സമയം പെട്ടെന്ന് പോകുന്നുണ്ടെന്നല്ലേ? തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് സമയം പെട്ടെന്ന് പോകുന്നുണ്ട്? അത് അന്ത്യനാളിന്റെ ലക്ഷണമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്ത്? ലാ തഖുമു സ്സാ, അന്ത്യനാൾ സംഭവിക്കുകയില്ല. ഹത്താ, ഏതുവരെ? യതഖാറബു സമാൻ, അത് കാലം ഇങ്ങനെ പെട്ടെന്ന് പോകും. അതുവരെ അതിന് നമുക്ക് തോന്നുന്ന റീസൺ എന്താ അറിയോ? നിങ്ങൾ കുറച്ച് ദിവസം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, കാലത്ര പെട്ടെന്നൊന്നും പോകില്ലെന്ന്. നിങ്ങൾക്ക് കുറേ സമയമുള്ളതായിട്ട് തോന്നും. അതിന് ഏറ്റവും പ്രത്യേകമായ സംഗതിയാണെന്ത്? രാവിലത്തെ റുട്ടീൻ. അത് പറ്റുന്നില്ല പലർക്കും. രാവിലത്തെ റുട്ടീൻ അത് ഞാൻ ലാസ്റ്റ് പറയാം. പല ആളുകളും രാത്രിയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച്, ഞാൻ ഇപ്പോൾ പറയുന്നത് നിങ്ങളെ പറ്റിയല്ല കേട്ടോ, ഒരു പക്ഷേ നിങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ നിങ്ങളത് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനത്തെ ചിന്ത വരാതിരിക്കാനാ, അല്ലെങ്കിൽ അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ പല ആളുകളും സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് രാത്രി എത്രയോ ലേറ്റ് ആയിട്ട് കിടക്കുക.
അപ്പോൾ എന്ത് ചെയ്യും? കണ്ണിൽ ഇതിങ്ങ് നോക്കിയിട്ട് കണ്ണ് ക്ഷീണിക്കും. അപ്പോൾ രാവിലെ എന്ത് ചെയ്യില്ല? രാവിലെ എന്ത് ചെയ്യില്ല? എന്ത് ചെയ്യില്ല? പറയടാ. എണീക്കൂല. അപ്പൊ എണീക്കാതിരിക്കുമ്പോൾ എന്ത് ചെയ്തു? നമ്മൾക്ക് ആ ദിവസം പെട്ടെന്ന് പോകും. അത് പ്രവാചകന്റെ ഒരു പ്രാർത്ഥന ഉണ്ട്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുക്കൂരിഹ. പകലിൽ പടച്ചോനെ എൻ്റെ ഉമ്മത്തിന് പകലിൽ ബറക്കത്ത് കൊടുക്കണമെന്ന്, ഏറ്റവും രാവിലെ അതിരാവിലെ ബറക്കത്ത് കൊടുക്കണമെന്ന്. രാവിലെ നിങ്ങൾ എത്രയും പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല? നിങ്ങളെ മനസ്സമാധാനത്തിന് ഒന്നും ബാധിക്കൂല. ഒന്നും അതാണ്, മനസ്സമാധാനത്തിന് ബാധിക്കൂല. അതിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു സംഗതി എന്താ അറിയോ? ഒരു റിസർച്ച് ഉണ്ട് ഈ അടുത്ത് നടന്നിട്ടുള്ള, കുറച്ച് മുന്നേ നടന്നേ. നമ്മളുടെ മെറ്റ എന്ന് പറയുന്ന ഈ ഒരു സംഗതിയെ കുറിച്ച് അറിയാം നിങ്ങൾക്ക്? എന്താ മെറ്റ? എന്താ? പറയടാ. അല്ല, മെറ്റ എന്ന് പറയുന്നത് എന്തിന്റെ കമ്പനിയാ? ഏതൊക്കെ സോഫ്റ്റ്വെയർസിന്റെ കമ്പനിയാണ്? ആപ്ലിക്കേഷൻസ്, വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഇതൊക്കെ എല്ലാമുള്ള കമ്പനിയാണ് മെറ്റ. ഈ മെറ്റ, അതായത് മെറ്റയുടെ ഫേസ്ബുക്ക് എന്ന് പറയുന്ന അവരൊരു റിസർച്ച് നടത്തി. ആ റിസർച്ച് എന്തിനെ കുറിച്ചാണെന്നറിയോ? ആ റിസർച്ച് ഫേസ്ബുക്കിന്റെ ഒരു ഇന്റേണൽ റിസർച്ചാണത്. ആ റിസർച്ച് ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ച്. സ്വന്തം കമ്പനിയായിട്ടുള്ള ഫേസ്ബുക്ക് അവരുടെ ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ച് പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? ഒന്ന് കൈ വന്നിച്ച ഇൻസ്റ്റാഗ്രാമിൽ ആളുകൾ, അക്കൗണ്ടിലുള്ള ആൾക്കാരൊന്ന് വന്നിച്ച്. എനിക്കുണ്ട് അക്കൗണ്ട്, അതുകൊണ്ട് മടിയൊന്നും വിചാരിക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ടിൽ അത്ര മോശം സംഗതിയൊന്നുമില്ല, അതിനെങ്ങനെ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇത്ര ആൾക്കാർക്ക് ഇൻസ്റ്റാഗ്രാമില്ലേ? ഓക്കെ, റൈറ്റ്, ഷുവർ. ഇനി ഇൻസ്റ്റാഗ്രാം ഇല്ല എന്ന് വിചാരിച്ച് സങ്കടപ്പെടണ്ട, ഇല്ലെങ്കിൽ അത്ര നല്ലത്. ഏതൊക്കെ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര സമാധാനം കൂടുതൽ കിട്ടും. അത് മനസ്സിലാക്കിയാൽ മതി. ഇൻസ്റ്റാഗ്രാം അതിനെക്കുറിച്ച്, ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ച് നടത്തിയ റിസർച്ചിൽ പറയുന്ന ഒരു സംഗതി എന്താ അറിയോ? മെറ്റാസ് ഇന്റേണൽ സ്ലൈഡ്സ്, അതായത് അവരുടെ റിസർച്ച് പറഞ്ഞത് 32% ടീൻ ഗേൾസ്, ബോയ്സിനുണ്ട് കേട്ടോ, പേടിക്കണ്ട, എല്ലാവർക്കും ഉണ്ട്. 32% ടീൻ ഗേൾസ്, ഇത് കാരണം അഫക്റ്റഡ് ആയിട്ടുള്ള ടീൻ ഗേൾസ്, അവർ പറഞ്ഞെന്താ അറിയോ? അവർക്ക് അവരുടെ ശരീരത്തെക്കുറിച്ച് എന്തോ ഒരു മോശം തോന്നാം. അതായത് അതിൽ ബാക്കിയുള്ള ആളുകൾ പല കോലത്തിൽ ഫിൽറ്റർ ഇട്ടിട്ടും പൗഡർ ഇട്ടിട്ടും പിന്നെ അതുപോലെ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് പല സംഗതി കാണിച്ചു കൂട്ടും. അവർ പല രീതിയിൽ ഫോട്ടോസ് ഇടും, എഡിറ്റ് ചെയ്തിട്ടും ഒക്കെ. അപ്പം അവരുടെ ബോഡി സ്ട്രക്ചറും ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു എന്ത്, ഞങ്ങൾ അത്ര നല്ല ഒരു രീതിയിലല്ല സൃഷ്ടിക്കപ്പെട്ടത്, അല്ലെങ്കിൽ നല്ലൊരു ബോഡി ഞങ്ങൾക്കില്ല, നല്ല രീതിയിലുള്ള ഒരു കളറില്ല, നല്ല സമ്പത്തില്ല. ആണുങ്ങൾ ചിന്തിക്കാനെ, കുട്ടികളങ്ങനെ. കുട്ടികളും ഇതിൽ ഡിപ്രസ്ഡ് ആവാനുള്ള കാരണം എന്താണ്? കുട്ടികൾ മീൻസ് ജെൻസ്. ആണുങ്ങൾ ഡിപ്രസ്ഡ് ആവാനുള്ള കാരണം വെച്ചാൽ എല്ലാവരും അടിച്ചു പൊളിക്കുകയാണ്, അവരിങ്ങനെ സോഷ്യൽ മീഡിയ ഇട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തില്ല, ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു സംഗതി ഇല്ലാതെ സമാധാനം പോവാണ്. എന്നിട്ട് ടീൻ ഗേൾസിലാണെന്നുണ്ടെങ്കിൽ 5 കുട്ടികളിൽ 3 ആളുകൾ ഡിപ്രസ്ഡ് ആണ്, ഒരാൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന 5 പെൺകുട്ടികളിൽ 3 ആൾക്കാർ ഡിപ്രസ്ഡ് ആണ്, ഒരാൾ ആത്മഹത്യ ചെയ്യുന്നുണ്ടെന്നുള്ള അവരുടെ ഒരു പഠനം. അതായത് ഇൻസ്റ്റാഗ്രാം മെയ്ഡ് ദം ഫീൽ വേഴ്സ്. ഞങ്ങൾ ഒന്നിനും പറ്റാത്ത ആൾക്കാരാന്ന് തോന്നിപ്പിച്ചു. ആര് തോന്നിപ്പിച്ചു? ഇൻസ്റ്റാഗ്രാം. അത് മനുഷ്യർ തോന്നിപ്പിച്ചു. അവരുടെ റിസർച്ചാ. നമ്മൾ റിസർച്ച് എടുത്തി പറയാന്നുണ്ടെങ്കിൽ അത് വേറെ. എന്നിട്ട് അവസാനം അവരെ റിസർച്ച് മുക്കിയതിന്റെ ഔട്ട്പുട്ട് എന്തായിരുന്നു? ഏറ്റവും ലാസ്റ്റ് ഔട്ട്കം എന്ന് പറയുന്നത്, ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്, ഇൻസ്റ്റാഗ്രാം ഈസ് ടോക്സിക്. ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് വിഷാണെന്നാണ് പറഞ്ഞത്, ഏറ്റവും വലിയ വിഷാണെന്ന്. നോക്കണം നിങ്ങൾ. അത് കിഡ്സിലും, ഇതേ റിസർച്ച് കിഡ്സിൽ, നിങ്ങളൊക്കെ കിഡ്സ് എന്നൊന്നും ഞാൻ പറയില്ല, നിങ്ങൾ കുട്ടി അത്ര ചെറിയ കുട്ടികളൊന്നുമല്ല, ചെറിയ കുട്ടികൾ യൂസ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം. നിങ്ങളായാലും നിങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അതിലും അവരെന്ത് ചെയ്തു? റിസർച്ച് നടത്തിയപ്പം ഈ റിസർച്ച് അവർ നിർത്തിച്ചു. ആ റിസർച്ച് നിർത്തിച്ചു കാരണം അതിനി മുന്നോട്ട് പോയാൽ അപകടമാണ്, മിക്കവാറും ആ ആപ്ലിക്കേഷനൊക്കെ നിരോധിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു? കുട്ടികളുടെ മാനസികമായിട്ടുള്ള ഒരു തലത്തെ ബാധിക്കുന്നുണ്ടെന്നുള്ള, കുട്ടികളുടെ നില എല്ലാവരുടെ മാനസികമായിട്ടുള്ള തലത്തെ ബാധിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ, നിങ്ങൾക്ക് ആർക്കും സങ്കടമില്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞ ആൾക്കാരൊന്ന് കൈ ഒതുക്കി. ഒരു സങ്കടമില്ലാത്ത ആൾക്കാർ, ഒരു സങ്കടം നിങ്ങൾക്കില്ല എന്ന് പറയാൻ പറ്റുമോ? ആർക്കും കൈ ഒന്നിക്കണം അല്ലേ? എവിടെ പോയി നമ്മളെ സമാധാനം? കുറച്ച് കാലം മുമ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ഈ ചോദ്യം ചോദിച്ചാൽ നിങ്ങളിത് പറയില്ല. എല്ലാവരും, അല്ലെങ്കിൽ 90% ആളുകൾ നിങ്ങളെന്ത് പറയും? എന്ത് പറയും? സങ്കടം ഉണ്ടോ വെച്ചാൽ എന്ത് പറയും? ഇല്ല എന്ന് പറയും. പക്ഷെ എന്താ ഇപ്പൊ പറയാൻ പറ്റാത്തത്?
നമ്മളൊക്കെ പല രീതിയിൽ തിരക്കിലായിപ്പോയി. ഇങ്ങനത്തെ സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റ് ആയിപ്പോയത് കാരണം പല ആളുകളും ഇന്ന് സമാധാനം കിട്ടുന്നില്ല. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി നോക്ക്, പിന്നെ അതുകൂടി മാറ്റാം, പെട്ടെന്ന് വിഷയമായിട്ട് പറഞ്ഞു പോവാം. നമ്മൾ ഈ ഒരു സങ്കടത്തിനൊക്കെ കാരണം പറഞ്ഞത് എന്താ? നേരത്തെ നമ്മളെ മനസ്സമാധാനം പോകാനുള്ള കാരണം പറഞ്ഞത് എന്താ? പറഞ്ഞോ? ഞാൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു. നിങ്ങൾ എന്താണ് കാരണം? സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള ആളുകളുടെ ജീവിതം കണ്ട് നമ്മൾ ഡിപ്രസ്ഡ് ആകുക എന്ന് വെച്ചാൽ നമ്മൾ ആരിലേക്ക് നോക്കുകയാണ്? നമ്മൾ ജീവിക്കാൻ വേണ്ടി വേറെ ആളുകളുടെ ജീവിതം നോക്കുക. അതിൻ്റെ ഒരു ആവശ്യം നമുക്കുണ്ടോ? ഒരിക്കലുമില്ല. നമ്മളോട് എന്താ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഉൻളുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും. നിങ്ങളെക്കാൾ താഴെയുള്ള കുറേ ആൾക്കാരുണ്ടാവും. താഴെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പം പെട്ടെന്നുണ്ടാവും, എന്താ പറയുക, ഒരു ചെറിയ എന്തോ രോഗം വന്ന് പനി പിടിച്ച് നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ടുണ്ടാവും. ഹോസ്പിറ്റലിൽ ചെന്ന സമയത്തായിരിക്കും നിങ്ങൾ പറയുക, ഓ അസുഖം, എനിക്ക് എന്നും അസുഖമാണ്. ആ സമയത്തുണ്ടാവും അവിടെ ഹോസ്പിറ്റലിൽ ക്യാൻസർ വാർഡുകളിലൊക്കെ രോഗികൾ, മരണത്തോട് മല്ലിടുന്ന രോഗികൾ. നിങ്ങൾക്ക് ആകെ ഒരു പനിയേ ഉള്ളൂ, പക്ഷെ ആ സമയത്ത് അതിനേക്കാളും മാരകമായിട്ടുള്ള രോഗങ്ങൾ അനുഭവിച്ചിട്ട് ആ ഒരു രോഗത്തിൻ്റെ ചികിത്സക്കായിട്ട് പണമൊന്നും ഇല്ലാതെ കടം വാങ്ങി വന്ന ആളുകൾ അവിടെ ഉണ്ടാവും. അപ്പം നിങ്ങളെ രോഗം അവരെ മുമ്പിൽ രോഗമാവോ? അല്ല. നിങ്ങളാണോ അവരാണോ ഭാഗ്യവാന്മാരപ്പോൾ? ആരാ ഭാഗ്യവാന്മാർ? നമ്മളാ. നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഒരു നമ്മൾ സോഷ്യൽ മീഡിയ തുറക്കുന്ന സമയത്ത് മറ്റു ആളുകളുണ്ടാവും, എവിടെയൊക്കെയോ പോയി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന സംഗതികളൊക്കെ കാണും. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്താ? വിചാരിക്കേണ്ടത്, ഓ അവരെ പോലെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, ഓൻ്റെ വീട്ടിലെന്നും അടിച്ചുപൊളിയാ, ആ വീട്ടുകാരെന്ന് പറഞ്ഞാൽ ഇടക്കിടക്ക് ട്രിപ്പ് പോവും, അവരിടക്കിടക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തു പോവും, എനിക്കത് പറ്റണില്ല. അങ്ങനെയാണ് ആലോചിക്കേണ്ടത്? അല്ല. എൻ്റെ അതേ പ്രായമുള്ള എത്ര ആളുകൾ ഇന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോഴും എന്തുണ്ട്? ജീവനുണ്ട്. എനിക്കിവിടെ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട്, എൻ്റെ കൂട്ടുകാരെ കാണാൻ പറ്റുന്നുണ്ട്, എൻ്റെ വീട്ടിൽ കയറി ചെല്ലാൻ പറ്റുന്നുണ്ട്. നമ്മൾ അങ്ങോട്ടാണ് നോക്കേണ്ടത്. അതെന്ന് മുതൽ നമ്മൾ മാറ്റിയിട്ട് മറ്റുള്ള ആളുകളെ നോക്കാൻ തുടങ്ങിയോ അന്ന് പോയി നമ്മുടെ മനസ്സമാധാനം. അതായത് പ്രവാചകൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ള ആളുകളിലേക്ക് നോക്കണം, മുകളിലുള്ള ആളുകളിലേക്ക് നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് എന്ന് നമ്മൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയോ അന്ന് തുടങ്ങി നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുന്നത്. അന്ന് തുടങ്ങി. അതുകൊണ്ടാ എല്ലാവരും പറയുന്നത് എന്ത്? ഐ ആം ഓക്കെ എന്ന് ആരും പറയുന്നില്ല. ഒരാളും പറയുന്നില്ല ഐ ആം ഓക്കെ. ഞാൻ ഇപ്പം നേരത്തെ ചോദിച്ചപ്പോൾ ഒരൊറ്റ ആളും പറഞ്ഞില്ല ഐ ആം ഓക്കെ എന്ന് പറയാൻ പറ്റുന്നില്ല പലർക്കും. എല്ലാവരും പറയുന്നത് എന്താ പറയുന്നത്? ഐ ആം ബ്രോക്കൺ. ഞാൻ ആകെ തകർന്നിക്കുക എന്നാണ് പറയുന്നത്. എന്താ കാരണം? ആർക്കും അറിയാത്ത ഒരു കാരണം കൊണ്ട് എല്ലാവരും തകർന്നിക്കുക. പറയുന്നത് എല്ലാവരും എന്താണ്? ഇന്നത്തെ കാലത്ത് എല്ലാവരും എന്തിലാണ്? ഡിപ്രഷനിലാണ്. അതായത് സാഡ്നെസ് എന്ന് പറയുന്ന സങ്കടം എന്ന് കാണാനില്ല. സങ്കടം എന്ന് പറയുന്ന ഒരു സംഗതി, ഒരു വിശേഷം എന്ന് കാണാനില്ല. എല്ലാവർക്കും ഡിപ്രഷനാണ്. എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ഒരു കുടുംബക്കാരൻ പറഞ്ഞാൽ പലയിടത്തും പറയാണ്, എൻ്റെ ഒരു കുടുംബക്കാരൻ പറഞ്ഞ വാക്കാ. എന്താ അറിയോ? ചെറിയൊരു കുട്ടിയാ, നിങ്ങളൊക്കെ അത്ര പ്രായമുള്ളൂ കേട്ടോ. അവൻ അന്ന് ഒരു സ്റ്റോറി ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടതാണ്, ഒറ്റപ്പെട്ടു പോയി ഞാൻ. 6ാം ക്ലാസ്സിലുള്ളവരെങ്ങനെ ഒറ്റപ്പെട്ടു പോയത്? എന്തേ കൂട്ടുകാരില്ലേ? ഉണ്ട്. എന്താ ഇങ്ങനത്തെ സ്റ്റോറിയൊക്കെ ഇടാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്? എന്താ? ആരൊക്കെയോ കാണാൻ വേണ്ടി നമ്മൾ സ്റ്റോറി ഇടായിരിക്കും, ആരെല്ലാം അറിയാൻ വേണ്ടി സ്റ്റാറ്റസ് ഇടായിരിക്കും, അല്ലെങ്കിൽ വെറുതെ തോന്നിയതൊക്കെ എടുത്ത് ഇങ്ങനെ ഇടായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് മാറും. എന്ത്? വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമ്. നിങ്ങൾക്കറിയാത്ത, നിങ്ങൾക്ക് വിവരമില്ലാത്ത കാര്യത്തിന്റെ പിറകെ പോകരുത്. നിങ്ങളുടെ സമയം, നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ കണ്ണ്, കേൾവി എല്ലാം ചോദ്യം ചെയ്യും. അപ്പൊ നമ്മളെ ബാധിച്ചതൊന്നും മനസ്സമാധാനത്തില. ശ്രദ്ധിക്കണം. മറ്റൊന്ന് ബാധിച്ചത് നമ്മളുടെ കൂട്ടുകെട്ടുകളിൽ. ഈ കൂട്ടുകെട്ടുകളിൽ ബാധിച്ചെങ്ങനെ? നിങ്ങൾക്കൊക്കെ സുഹൃത്തുക്കളില്ലേ? അല്ലേ? ഇല്ലേ? ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ലേ? ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടോ? ഇല്ല? നിങ്ങൾക്കൊന്നും സുഹൃത്തുക്കളൊന്നുമില്ല? നല്ല അടിപൊളി സുഹൃത്തുക്കളില്ല? ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇരിക്കുന്ന ഈ ഒരു കൂട്ടല്ലേ, ഇതിലുള്ളതിനേക്കാൾ ബെറ്റർ ആയിട്ട് ഒരു സുഹൃത്തിനെ നിങ്ങൾ കാണുന്നുണ്ടോ? ഉണ്ടോ? ദീനീപരമായിട്ട് സ്കൂളുകളിൽ
അവിടെയാണ് നമ്മളുടെ സമാധാനം ഒന്ന് നശിക്കുക. എങ്ങനെ? കൂട്ടുകെട്ടുകളിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ നോക്ക്, നിങ്ങൾ എല്ലാവരും ഫ്രണ്ട്സ് ആക്കാൻ ഓരോ മാനദണ്ഡം ഉണ്ടാവും. ഒരു മാനദണ്ഡം എല്ലാവർക്കും. ഇത് ഈ അടുത്ത് വന്ന വാർത്തകൾ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാൻ എടുത്തു വെച്ചത്. ജസ്റ്റ് 10 മിനിറ്റ് കൊണ്ട് സെർച്ച് ചെയ്ത് കിട്ടിയ വാർത്തകളാണ്. ആ വാർത്തകൾ മുഴുവൻ നോക്ക് നിങ്ങൾ. 10 ദിവസത്തെ പരിചയം. വിദ്യാർത്ഥിനിയെ ഫ്ലാറ്റിലേക്ക് ക്ഷണിച്ചു, പിന്നാലെ വെടിവെച്ചു കൊന്നു. വേറൊരു മനുഷ്യൻ ഇൻസ്റ്റഗ്രാം പ്രണയം കലാശിച്ചത് കൊലപാതകത്തിൽ. 52-കാരിയെ 26-കാരനായ കാമുകൻ കൊലപ്പെടുത്തി. കാരണം എന്താ അറിയോ? ഈ പെണ്ണ് ഫിൽറ്റർ ഇട്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്നത്. ഫിൽറ്റർ ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ഫിൽറ്റർ. അങ്ങനെ ഇവര് വല്ല പ്രണയത്തിലായി, ദിവസങ്ങൾ കൊണ്ടുള്ള പ്രണയം. അവസാനം നേരെ കണ്ടപ്പം ഈ പെണ്ണ് നല്ല പ്രായമുണ്ട്, ഫിൽറ്റർ ആയിരുന്നു ഫുള്ള്. ദേഷ്യം പിടിച്ചു, ഒറ്റ പിടിച്ചു കൊന്നു. അവിടുന്ന് കഴുത്തറുത്ത് കൊന്നു. നോക്ക് നിങ്ങൾ, മുഴുവൻ വാർത്തകളും ഇൻസ്റ്റാഗ്രാം സുഹൃത്തിനെ തേടിയെത്തി. ഒടുവിൽ അക്രമികളുടെ വലയിൽ പെൺകുട്ടിയെ പോലീസ് രക്ഷപ്പെടുത്തി. ഈ അടുത്ത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ കാമുകനെ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ, ബെസ്റ്റിയെ, അങ്ങനെയൊക്കെ പറയാലോ ഈ ഒരു കാലഘട്ടത്തിൽ, ബെസ്റ്റിയും ഇങ്ങനത്തെ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ആ പെൺകുട്ടി അവളുടെ ബെസ്റ്റിയെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു. എങ്ങനെ? 6 ദിവസമായിട്ടാണ് എന്ത് ചെയ്ത് ആ മനുഷ്യൻ ആ പെൺകുട്ടിയുടെ വീട്ടിൽ വീട്ടുകാരറിയാതെ ആ പെൺകുട്ടിയുടെ മുറിയിൽ താമസിച്ചത്. 4 ദിവസം ആരും അറിഞ്ഞില്ല. നോക്ക് നിങ്ങൾ, എത്ര ദിവസത്തെ പരിചയ? വർഷങ്ങളായിട്ട് പരിചയമുള്ള ആൾക്കാരെ പോലും ഇവിടെ തിരിച്ചറിയാൻ പറ്റണില്ല. എന്നിട്ട് 10 മിനിറ്റിനുള്ള പരിചയം, മണിക്കൂറുകൾ കൊണ്ടുള്ള പരിചയം, ദിവസങ്ങൾ കൊണ്ടുള്ള പരിചയം. എത്ര ദിവസം എടുത്താലും ഒരു മനുഷ്യനെ പരിചയപ്പെടാൻ പറ്റുക? പക്ഷേ അതിനേക്കാളും തിരക്ക് പിടിച്ച് നിങ്ങൾ ഓരോരുത്തർ സുഹൃത്തുക്കളാക്കിക്കൊണ്ടേയിരിക്കുക. ഒരു വാർത്തയും കൂടിയുണ്ട് ഇതേപോലെ. 2 സ്ലൈഡാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഞാൻ സെലക്ട് ചെയ്ത്. 2 നോക്ക് നിങ്ങൾ, ഇത് 2 10 മിനിറ്റോട് കിട്ടിയതാ. എത്ര വാർത്തകളാണെന്നറിയോ ഇന്ത്യയിൽ മൊത്തം റെക്കോർഡ് ചെയ്യപ്പെടുന്നത്? കണ്ടമാനം വാർത്തകൾ. എല്ലാതാ. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയുടെ നഗ്ന ഫോട്ടോകൾ, വാങ്ങിയ ശേഷം ഭീഷണി, യുവാവ് പിടിയിൽ. എല്ലാം അയച്ചു കൊടുക്കുക. കൂട്ടുകെട്ട്. ഇതാണ് കൂട്ടുകെട്ട് എന്ന് പറയുന്നത്. ഇതാണോ കൂട്ടുകെട്ട്? ആണോ? എന്നാൽ നമ്മൾ പഠിക്കേണ്ട കുറച്ച് സംഗതികളുണ്ട്. വിശുദ്ധ ഖുർആനും ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന്, ആരായിരിക്കണം നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്? ആരായിരിക്കണം സുഹൃത്തുക്കൾ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ. നിങ്ങളെ സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് ശരിക്ക് തെരഞ്ഞെടുക്കണം. വെറുതെ തെരഞ്ഞെടുക്കാൻ പാടില്ല. ചില കോട്ടിങ്സ് ഉണ്ട്, നിങ്ങൾ കേട്ടോ, ഷോ മീ യുവർ ഫ്രണ്ട്, ഐ വിൽ ടെൽ ഹൂ യു ആർ. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനെ കാണിച്ചുകൊണ്ടാ ഞാൻ പറയാം നിങ്ങൾ ആരാന്ന്. അതായത് നിങ്ങളുടെ സുഹൃത്തിനെ കണ്ട നിങ്ങളെ സ്വഭാവമാണ് പറയാൻ പറ്റും. അങ്ങനെയുണ്ട്. ചില സുഹൃത്തുക്കളെ കണ്ടാൽ നമ്മുടെ സ്വഭാവം പറയാൻ പറ്റുന്ന. കാരണം എന്താ? അവന്റെ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അനങ്ങിയ തെറിയായിരിക്കും. ഏത് വാക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരു തെറിയിലായിരിക്കും. ഓരോ വാക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും അവസാനം തെറി ഉണ്ടാവും. ഇവനും എന്തുണ്ടാവും? ഇതേപോലെ തെറി പറയും. സുഹൃത്തിന്റെ സ്വഭാവം കിട്ടി. അതാണ് പ്രവാചകൻ പറഞ്ഞതെന്നറിയോ? നിങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ സൂക്ഷ്മത വേണം. അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ. നിങ്ങൾ ഒരു മനുഷ്യന്റെ, നിങ്ങളുടെ സുഹൃത്തിന്റെ സൗഹൃദ വലയത്തിലാണ്. അതായത് ആ സുഹൃത്തിന്റെ ദീനിലാണ്. ആ സുഹൃത്ത് എന്താ കാണിക്കുക, അതന്നെ നിങ്ങളും കാണിക്കുക. അതുകൊണ്ട് ആരെ സുഹൃത്തായിട്ട് തെരഞ്ഞെടുക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. വെറുതെ കാണുന്ന ആൾക്കാരൊന്നും സുഹൃത്താക്കാൻ പറ്റൂല. കാണുന്ന ആളുകളൊന്നും സുഹൃത്താക്കാൻ പറ്റൂല. അങ്ങനെയാണ് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. എല്ലാവരും സുഹൃത്താക്കാൻ പറ്റൂല. കാരണം എന്താ അറിയോ? ഈ എല്ലാവരും ഒന്നും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂല. എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂല. നിങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കൾ സ്കൂളുകളില്ലേ? ഇല്ലേ? നിങ്ങളുടെ ഏതെങ്കിലും ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ടോ? ഉണ്ടോ? ആരും മരണപ്പെട്ടില്ലേ? കുടുംബത്തിലൊന്നും ഇല്ലേ? കുടുംബത്തിലൊക്കെ മരണപ്പെട്ടില്ലേ? നിങ്ങളെ കുടുംബത്തിൽ നിന്ന് രക്ഷിതാക്കൾ, വല്യപ്പന്മാര് ഇല്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട അവർക്ക് വേണ്ടിയിട്ട്. ഓർമ്മ ഉണ്ടാവോ? എപ്പോഴും ഓർമ്മ ഉണ്ടാവോ? ഇല്ല. കുടുംബക്കാർക്ക് വേണ്ടി പോലും നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി എപ്പോഴും ഓർമ്മ ഉണ്ടാവോ? അതാണ് പ്രശ്നം. നിങ്ങളെ കൂട്ടുകാരാണ് മരിച്ച് മയ്യത്ത് കബറടക്കുമ്പോഴേ, നിങ്ങളെ കൂട്ടുകാരൻ മരിച്ചിട്ടേ നിങ്ങൾ മരിച്ചിട്ട് നിങ്ങളുടെ മയ്യത്താണ് കബറടക്കി കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ മയ്യത്ത് വെച്ച് തിരിച്ചു വരുമ്പോൾ തുടങ്ങും അവരെ സന്തോഷം. അല്ലെങ്കിൽ മറന്നുണ്ടാവും. നിങ്ങളെ മറക്കും. എന്ത്? കാരണം നിങ്ങളെ മയ്യത്ത് കബറിക്കാണ്ട് വെച്ച് കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പം ഇവൻ്റെ കൂടെ, നിങ്ങളുടെ സുഹൃത്തിൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ടാവില്ലേ? എന്തായാലും ഒരു പരിചയക്കാരുണ്ടാവില്ലേ? ചിരിച്ചുകൊണ്ട് വർത്താനം പറഞ്ഞിട്ടല്ലേ അവർ തിരിച്ചു പോരുക. പക്ഷേ നിങ്ങൾ യഥാർത്ഥത്തിൽ നല്ലൊരു മനുഷ്യനെ സുഹൃത്തായിട്ട് സ്വീകരിച്ചു എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവരെ പ്രാർത്ഥന നമുക്ക് ലഭിക്കും. എങ്ങനെയെന്നറിയോ? നമ്മൾ
നമ്മളിങ്ങനെ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ ആളുകൾ, ചില ആൾക്കാർ നമ്മളെ സ്വത്തും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീതം വെക്കൂലേ കുടുംബത്തിൽ. ആ സ്വത്തൊക്കെ വീതം വെക്കുമ്പോൾ നമ്മൾക്കിങ്ങനെ ഒരു പ്രാർത്ഥന കിട്ടിക്കൊണ്ടേയിരിക്കും. അത് നമ്മളെ സുഹൃത്തിൻ്റെ ആയിരിക്കും, നമ്മളെ സുഹൃത്തിൻ്റെ ആയിരിക്കും. അല്ലാതെ കാണുന്ന ആളുകളൊക്കെ സുഹൃത്തായിട്ട് സ്വീകരിക്കാൻ നിന്നാൽ നമ്മൾ ദീനിന്ന് തെറ്റിപ്പോവും, നമ്മളെ മാർഗം തെറ്റിപ്പോവും, നമസ്കാരത്തിന് പോലും കൃത്യമായിട്ട് വരില്ല. കാരണം ചില സുഹൃത്തുക്കളുണ്ട്, നിസ്കാരത്തിന് സമയമായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, കളിച്ചു കൊടുക്കുമ്പം അവൻ പിടിച്ചു വലിച്ചുകൊണ്ടുപോകും പള്ളിക്ക് പാടാനായിട്ട്. വാ പള്ളി നിസ്കരിച്ച് നമുക്ക് ബാക്കി എന്തു ആക്കാന്നൊക്കെ പറയും. ആ സുഹൃത്തുക്കളാണ് ഏറ്റവും ഉത്തമം. അല്ലാത്ത ആളുകൾ സ്വീകരിക്കുമ്പോൾ അവൻ പറയാ, നമ്മൾ പറയും ചിലപ്പോൾ എന്ത് പള്ളി പോലേക്കും, അപ്പോൾ അവൻ പറയും അയ് കുറച്ചുകൂടി കഴിയട്ടെ എന്ന് പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ പരലോകത്ത് വെച്ചിട്ട് എന്ത് ചെയ്യും, ചില ആളുകൾ അക്രമികൾ ഇങ്ങനെ കൈ കടക്കും. അക്രമികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആവശ്യമില്ലാതെ കൂട്ടുകാരെ, ഒരു കാര്യമില്ലാത്ത കൂട്ടുകാരില്ലേ, ഒരു ഉപകാരമില്ലാത്ത അവരെ സ്വീകരിച്ച ആൾക്കാർ പരലോകത്തെത്തിയിട്ട് ഇങ്ങനെ കൈ കടിക്കുന്ന പറഞ്ഞ് എന്നിട്ട് പറയും റസൂലിന്റെ മാർഗം ഞാൻ സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ എന്ന് നമ്മൾ പറയും. എന്നിട്ട് ബാക്കി എന്താ അറിയോ, യാ വൈലത്ത, എൻ്റെ നാശമേ, ലൈത്തനീല മത്തഹിദ് ഫുലാനൻ ഖലീല, ഞാനൊരു നല്ലൊരാളെ സുഹൃത്തായിട്ട് സ്വീകരിച്ചില്ലാന്ന്. വാക്ക് നോക്ക് നിങ്ങൾ, ഞാൻ നല്ലൊരു വ്യക്തിയെ സുഹൃത്തായിട്ട് സ്വീകരിച്ചില്ല. ഒരു നല്ലൊരു മനുഷ്യൻ നമ്മളെ സുഹൃത്തായിട്ട് നമ്മളുടെ ജീവിതത്തിൽ കിട്ടിയ എന്താ ഭാഗ്യം, എന്താ ഭാഗ്യം. നമ്മൾ നിസ്കരിക്കാനുള്ള സമയമൊക്കെ അവനോട് ഓർമ്മിപ്പിച്ചോളും. അവന്റെ കൂടെയാണ് എപ്പോഴും ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട നല്ല കർമ്മങ്ങളൊക്കെ അവൻ ഓർമ്മിപ്പിക്കും. ഒന്നും പേടിക്കേണ്ടി വരില്ല. അവനെ കൊണ്ടുള്ള ഒരു ഭാഗ്യം നമുക്ക് കിട്ടും. എന്താ ഭാഗ്യം എന്നറിയോ, നമ്മൾ പരലോകത്തെത്തുന്ന സമയത്ത് നമ്മളുടെ കൂട്ടുകാരനായിരിക്കും ചിലപ്പോൾ സ്വർഗത്തിൽ കയറിയിട്ടുണ്ടാകുക, നമ്മൾ നരകത്തിലായിരിക്കും. ആ സമയാന്നുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യോ, സ്വർഗത്തിൽ കയറുന്ന ആ മനുഷ്യനോട് പടച്ചോൻ ചോദിക്കും, എന്താണ് നിനക്കൊരു സന്തോഷമില്ലാത്തത്, എന്താ സന്തോഷമില്ലാത്തത്? അപ്പൊ ആ മനുഷ്യൻ പറയും, എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, കാനു യസൂമൂന മാന യുസല്ലൂന മാന യസൂമൂന മാന, എൻ്റെ കൂടെ നിസ്കരിക്കാണ്ടായിരുന്നു, നോമ്പ് നോൽക്കാണ്ടായിരുന്നു, നല്ല നല്ല കാര്യങ്ങളിലൊക്കെ അവൻ ഉണ്ടായിരുന്നു. പക്ഷെ അവനെ സ്വർഗത്തിൽ കാണാനില്ല, അറിയും, സ്വർഗത്തിൽ കാണാനില്ല. അപ്പൊ എവിടെ പടച്ചോൻ പറയും, എന്നാ നീ പോയിട്ട് അവന് വേണ്ടി ഷഫാഅത്ത് ചെയ്യ്, ആളെ കാണിച്ചുകൊണ്ടാ എന്നിട്ട് സ്വർഗത്തേക്ക് നമ്മൾ കൊണ്ടുവരാന്നറിയും. ഇതാരുടെ ഭാഗ്യ ഷഫാഅത്താണ്? നല്ല കൂട്ടുകാർക്ക് മാത്രം ലഭിക്കുന്ന ഒരു പ്രത്യേകതയാണ് സ്വർഗത്തിൽ. അവൻ പറയും, എന്നാ നീ പോയിട്ട് അവന്, അള്ള പറയും, നീ പോയിട്ട് എന്ത് ചെയ്ത് അവനെ കാണിച്ചുകൊണ്ടാ അവനെ നരകത്തു നിന്നാണ് മാറ്റും എന്ന് പറഞ്ഞത്. നരകത്തു നിന്നാണ് മാറ്റും. ആ നിലക്കായിരിക്കണം നല്ല ബന്ധങ്ങൾ. എന്നിട്ടോ സ്വർഗത്തിലെത്തുമ്പോൾ അള്ളാന്റെ മാർഗത്തിൽ സ്നേഹിച്ച ആളുകൾക്കുള്ള ഒരു പ്രത്യേകതയാണത്. അൽ മുതഹാബൂന ഫി ജലാലി, അള്ളാന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ലഹും മനാബിറും മുന്നൂർ, പ്രകാശത്തിന്റെ മിമ്പറുകളുണ്ട്. പ്രകാശത്തിന്റെ മിമ്പർ ഉണ്ടാവും. ആ മിമ്പറുകളിൽ നിങ്ങളെ തെരഞ്ഞ് പ്രവാചകന്മാരും ശുഹദാക്കളൊക്കെ നിങ്ങളെ തെരഞ്ഞു വരുന്ന നല്ല സുഹൃത്തുക്കളെ തെരഞ്ഞു വരും ആ പ്രകാശത്തിന്റെ മിമ്പറുകളിൽ. അതുകൊണ്ട് അതാണ് നമ്മൾക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ ഭാഗ്യം. മറ്റൊന്ന്, ഇത് നമ്മളെ ബാധിച്ചു എങ്ങനെ അറിയും, അതായത് സോഷ്യൽ മീഡിയയിൽ നല്ല കൂട്ടുകാരെ കിട്ടാത്തതാണ് ഞാൻ പറഞ്ഞത്. ആവശ്യമില്ലാത്ത ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുത്ത് നിന്ന് അങ്ങനെ മാറിപ്പോകുന്ന ചിന്തകളൊക്കെ മാറ്റിപ്പോകുന്ന ഒരു ലോകത്താന്നുള്ളത്. ഒരു കാര്യമില്ലാത്ത കൂട്ടുകാർ, അതിൽ നിന്ന് മാറിയിട്ട് നല്ല കൂട്ടുകാരെ എപ്പോഴും നേടാൻ ശ്രമിക്കണം. അവർ നമ്മളെ കൺട്രോൾ ചെയ്തോളും നല്ല നിലക്ക്. മറ്റൊന്ന്, സോഷ്യൽ മീഡിയ ബാധിച്ചത് നമ്മുടെ ചിന്തകളെയാണ്. ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ, തോട്ട്സ് നിങ്ങളിങ്ങനെ ഒരുക്കി വെക്കുക, ഒരു ആവശ്യമില്ലാത്ത തോട്ട്സുകൾ. അതിൽ പ്രത്യേകിച്ചും നിങ്ങൾക്ക് മനസ്സിലാവും, ഡിസ്ട്രാക്ഷന്റെ കാലഘട്ടത്താണ് നിങ്ങൾ ശ്രദ്ധിച്ചോ. എന്തെങ്കിലും സാധനം വായിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ മറന്നു പോവുക, ഉണ്ടാകണ്ടോ അല്ലേ? എന്തോ കാര്യങ്ങൾ ഇങ്ങനെ വായിക്കാൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫോൺ എടുക്കും. നിങ്ങൾ വാട്സാപ്പിൽ ഒരു സംഗതി, നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു, മെസ്സേജ് വന്നു, അതെടുക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഫോൺ എടുത്തത്. പക്ഷെ പെട്ടെന്ന് നിങ്ങൾ തുറന്നത് ഇൻസ്റ്റാഗ്രാമാണ്, മാറിപ്പോയി, അല്ലെങ്കിൽ വേറെ സോഷ്യൽ മീഡിയ. പിന്നെ കുറേ കഴിഞ്ഞ് ആലോചിക്കും, അല്ല എന്തിനാ ഇപ്പം ഞാൻ ഫോൺ എടുത്തത്? അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിലെടുക്കാന്നുണ്ടാവും, നിങ്ങൾ ഇത് ബാധിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ. അപ്പം നിങ്ങൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾ ഉമ്മ ആരെങ്കിലും വിളിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സാധനം എടുക്കാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോകും, അടുക്കളയൊക്കെ എടുക്കാൻ പോകും. പോയി കഴിയുമ്പോൾ എന്തിനപ്പം ഞാൻ വന്നത്? അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് നമ്മളെ മനസ്സിനെങ്ങനെ ബാധിക്കത്, പതുക്കെ 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 ബാധിക്കും. ഡിസ്ട്രാക്ഷൻസ് സംഭവിക്കുക. ആ ഡിസ്ട്രാക്ഷൻസ് സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഒന്ന്, നമ്മളെ ചിന്തകളെ ബാധിച്ചത് ഒന്ന് ഓവർ ഇൻഫോർമേഷനും ഒന്ന് അൺവാണ്ടഡ് ഇൻഫോർമേഷനാണ്. ഓവർ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ, എന്തിനോ എല്ലാം പഠിച്ചു വെക്കുക. നിങ്ങളുടെ ബ്രെയിനിന് താങ്ങാത്ത സംഗതികൾ എങ്ങനെ പഠിച്ചു വെക്കുക. മറ്റൊന്ന് അൺവാണ്ടഡ് ഇൻഫോർമേഷൻസ് എന്ന് വെച്ചാൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഒരാവശ്യമില്ലാത്ത കാര്യങ്ങൾ. ഞാൻ നിങ്ങൾക്കത് തെളിയിച്ചു തരാം. അതിൻ്റെ ഒരു കാരണം ഒന്ന്, ഓവർ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞു, എല്ലാം പഠിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മറ്റൊന്ന് ഞാൻ പറഞ്ഞെന്താ,
അൺവാണ്ടഡ് ഇൻഫോർമേഷൻസ്. ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവും അല്ലേ? ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവും. ഞാൻ ജസ്റ്റ് സിംപിളൈസ് ചെയ്തതിനെ. പല ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവും ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ അവരുടെ കുറച്ച് വ്യൂസും അവരുടെ ഫോളോവേഴ്സും മാത്രം എടുത്ത് വെച്ചതാണ്. പോസ്റ്റ് ആകെ 31 പോസ്റ്റുള്ളൂ, 1.4 മില്യൺ വ്യൂസ് ഉണ്ട്. ഇതിൽ എന്തൊക്കെയുണ്ട്, ആരൊക്കെയുണ്ട്? ഏതൊക്കെയോ താത്തമാരുണ്ട്, ഏതൊക്കെയോ കാക്കമാരുണ്ട്. വെറുതെ ഒരു ഡാൻസ് കളിക്കും അവർ, അല്ലെങ്കിൽ ഒരു രസവും ഇല്ലാത്ത രീതിയിൽ ഒരു പാട്ട് ഇങ്ങനെ പാടി അത് കൊളാക്കും. അത് കൊളാക്കുന്നത്, ആ പാട്ട് പാടി കൊളാക്കുന്നത് ആളുകൾ എന്ത് ചെയ്യും? ആസ്വദിക്കും. കളിയാക്കുന്ന രീതിയിൽ നെഗറ്റീവായിട്ട് ആസ്വദിക്കൂലേ? അങ്ങനെ ആസ്വദിക്കൂലേ? അങ്ങനെ ആസ്വദിച്ച് അവർക്ക് കിട്ടുന്നതാണ് മില്യൺ കണക്കിന് ഫോളോവേഴ്സ്. എത്ര വ്യൂസാ? മില്യൺ കണക്കിന് വ്യൂസ്. ഇത് ആരെ വ്യൂസാ? ഈ ഇരിക്കുന്ന നിങ്ങളുടെ വ്യൂസാ. അവർ കാണിക്കുന്ന കോപ്രായങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങളുടെ വിലപ്പെട്ട സമയം കൊടുക്കുക. ആ സമയം കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ സമയത്തെ നശിപ്പിച്ചിട്ട് നിങ്ങൾ വെറുതെ അവർക്ക് പൈസ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. ഈ കാണുന്ന ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം അവരുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ വാച്ച് ചെയ്താൽ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു 10 നല്ല പോയിന്റ് പോലും നിങ്ങൾക്ക് കിട്ടൂല. അരമണിക്കൂറിൽ 10 നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ ജീവിതത്തിന് ഉപകാരമുള്ള ഒരു 10 അല്ല 5 പോയിന്റ് പോലും നിങ്ങൾക്ക് കിട്ടൂല. നിങ്ങൾക്ക് ആകെ കിട്ടുന്നത് ഈ തെറികൾ മാത്രം, അവർ പരസ്പരം പറയുന്ന തെറികൾ മാത്രം. അതിൻ്റെ പേരിൽ പലതും വളച്ചൊടിക്കുക, പലതും ചിത്രീകരിക്കുക, സമൂഹത്തിൽ ചിത്രത ഉണ്ടാക്കുക, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുക, ആളുകൾക്കിടയിൽ വ്യക്തിവൈരാഗ്യങ്ങൾ ഉണ്ടാക്കുക. ഇതിങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുക. എന്തിന്? നേരത്തെ പറഞ്ഞ തൊപ്പിയുടെ അടക്കം റീൽസ് ഇല്ലേ? ഞാൻ ഒരു സിംബിളൈസ് ചെയ്ത് കാണിച്ചത് നിങ്ങൾക്ക്. ഈ റീലുകളൊക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ അതിൽ നിന്ന് കിട്ടുന്നത്? ആ ഒരു റീല് കണ്ടത് കാരണം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉയർച്ച ഉണ്ടായോ? നിങ്ങളുടെ സ്കൂളിലെ പഠനത്തിലേക്ക് എന്തെങ്കിലും അതൊരു ഒരു സംഗതി തന്നോ നിങ്ങൾക്ക്? ഇല്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മാറ്റത്തിന് വേണ്ടി നിങ്ങൾക്ക് അതൊരു കാരണമായോ? അതൊന്നുമില്ല. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിങ്ങൾ അറിവില്ലാത്ത, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും തലയിടാൻ പോകണ്ട. ആവശ്യമില്ലാത്ത ഒരു കാര്യം നിങ്ങൾ വെറുതെ ഉപയോഗിക്കണ്ട. കാരണം പടച്ചോൻ ശരിക്കും ചോദ്യം ചെയ്യും. ഇന്ന സമഅ, നിങ്ങളുടെ കേൾവി. നിങ്ങൾ കേട്ടല്ലോ ഈ ഇൻഫ്ലുവൻസ് പറയുന്ന തെറികളും അവർ പറയുന്ന വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടില്ലേ? സമഅ ചോദ്യം ചെയ്യും. വൽ ബസറ, നിങ്ങൾ കണ്ടല്ലോ കുറേ നേരം നിങ്ങളുടെ സമയം ചെലവാക്കിയിട്ട്, ആ ബസറു ചോദ്യം ചെയ്യും. വൽ ഫുആദ, നിങ്ങൾ അത് കണ്ടിട്ട് എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി, ആരൊക്കെയോ പറ്റി തെറ്റിദ്ധരിച്ചു, അതെല്ലാം ചോദ്യം ചെയ്യും. അതെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന പറഞ്ഞത്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി അതാ. ഒരു പഠനം കൂടെ പറയാ. കൊക്കോമെലൺ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്, കണ്ടോ അല്ലേ? ഈ കൊക്കോമെലൺ എന്ന് പറയുന്നത് നല്ല കളർഫുൾ അല്ലേ? നല്ല രസമല്ലേ കാണാൻ? യെസ്. എന്നാ ഇനി കാണണ്ട. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇതിനെക്കുറിച്ചൊരു പഠനം നടന്നു. കൊക്കോമെലണും ഒരു ട്രഡീഷണൽ മീഡിയൻ്റെ ഒരു റിസർച്ച് നടന്നു. അതായത് കുറച്ച് കുട്ടികൾ, ടോട്ടലേഴ്സ്, ആ കുട്ടികൾക്ക് മുമ്പിൽ ചെറിയ കുട്ടികൾക്ക് മുമ്പിൽ കുറച്ച് കുട്ടികൾക്ക് മുമ്പിൽ 2 സ്ക്രീൻ വെച്ചു. ഒന്ന് കൊക്കോമെലണും ഒന്ന് സാധാ ട്രഡീഷണൽ മീഡിയയിൽ ഒരു വീഡിയോ, അതായത് ഒരു സ്ലോ ഫേസ് വീഡിയോ. നമ്മൾ സാധാ ഡെയിലി ലൈഫിൽ നടക്കുന്ന സ്ലോ ഫേസ് എന്ന് പറഞ്ഞപ്പോൾ നടന്നുകൊടുക്കണൊക്കെ സ്ലോ ഫേസ് ആണ്. ഡെയിലി ലൈഫിൽ നടക്കുന്ന വീട്ടിലേക്ക് ഒരു അച്ഛൻ വരുന്നു, അമ്മ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, വീട്ടിൽ അച്ഛൻ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, ഇങ്ങനത്തെ ഒരു വീഡിയോ. അപ്പോൾ ഈ കുട്ടികൾ ഏതാ നോക്കുന്നത്? കൊക്കോമെലണ നോക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് ഈ കൊക്കോമെലൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും കുട്ടികൾ എന്ത് ചെയ്യണില്ല? മറ്റത് ശ്രദ്ധിക്കണില്ല. ഏത്? ജീവിതത്തിൽ നടക്കുന്ന യാഥാർത്ഥ്യമായിട്ടുള്ള ചിത്രീകരണങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ? എന്താ കാരണം? അത് സമൂഹത്തിൽ ഉണ്ടാക്കിയ ഒരു അഡിക്റ്റീവ് ആയിട്ടുള്ള സംഗതിയുണ്ട്, ഒരു അഡിക്ഷൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ചുണ്ടാക്കിയ കാര്യങ്ങൾ എന്താണെന്നറിയോ? അത് ഒന്ന് അഡിക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് സംഗതികൾ. നോക്ക്, അതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ നല്ല കളറല്ലേ? കുറേ കളർ മിക്സ് ചെയ്തിട്ട് ഇത് നമ്മളുടെ മൈൻഡിനെ ബാധിക്കുന്നുണ്ട്. നമുക്ക് അത്രക്കും കളർ ഇങ്ങനെ കണ്ടിട്ട് അതല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. സ്ലോ ഫേസ് മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ പറ്റുള്ളൂ എന്നാണ്. അതായത് പിന്നെ ഇതെല്ലാം ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ മുഴുവൻ ഡീറ്റെയിൽ ആയിട്ട് പറയില്ല. പക്ഷേ ഇതിങ്ങനെ ബാധിക്കുന്നതെന്ന് ഞാൻ പറയാം. നിങ്ങൾ റീൽസ് കാണില്ലേ? ഷോർട്സ് കാണണോ? എത്ര ഷോർട്സ് കാണും ഒറ്റയിരിപ്പിൽ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ? 100 അത്യാവശ്യം കാണൂലേ? കുറേ കാണൂലേ? ഇങ്ങനെ കാണുമ്പോൾ എന്താ സംഭവിക്കുന്നത്?
എന്താ സംഭവിക്കുന്നത്? കുറച്ചു കാലം മുന്നേ വരെ ഷോർട്സ് ഇല്ലായിരുന്നു, ഈ റീൽസ് ചെറിയ ചെറിയ വീഡിയോസ് അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പോഴാണ് അത് വന്നു തുടങ്ങിയത്. എന്താ അത് കാണുമ്പോൾ സംഭവിക്കുന്നത്? ബ്രെയിനിന്റെ പവർ കുറയും. എങ്ങനെ കുറയാ? എങ്ങനെയാണ് അത് കുറയുന്നത്? അറ്റൻഷൻ ഉണ്ട്. എങ്ങനെയാണെന്ന് പിന്നെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് എന്തൊക്കെ കയറണം? ആ വീഡിയോയിലുള്ള ആളുകളെ കാണണം, അല്ലേ? ആ വീഡിയോയിൽ കുറച്ച് കളറുകൾ ഉണ്ടാവും, ആ കളറുകളെ കാണണം, ഇല്ലേ? ആ വീഡിയോയിൽ കുറച്ച് മൂമെന്റ്സ് ഉണ്ടാവും, അല്ലേ? ചലനങ്ങൾ, ആ ചലനങ്ങൾ കാണണം. ആ വീഡിയോയിൽ കുറച്ച് സൗണ്ട് ഉണ്ടാവും, ശബ്ദം ഉണ്ടാവും, ആ ശബ്ദം കേൾക്കണം. ഇതെല്ലാം ബ്രെയിനിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയമെടുക്കും. സമയമെടുക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും? ആ ബ്രെയിനിലേക്ക് എത്തുന്നതിന് മുമ്പ് അടുത്ത റീല് കാണും. അങ്ങനെ ബ്രെയിനിന് ഓവർലോഡ് കൊടുക്കും. ഒരു 5 or 6 റീലുകൾ, 10 റീലുകളൊക്കെ 1 or 2 മിനിറ്റിനുള്ളിൽ ഇങ്ങനെ കണ്ട് പോകും. അപ്പോൾ ബ്രെയിൻ എന്ത് ചെയ്യും? ആദ്യത്തെ തന്നെ ഇവിടെ കിട്ടിയിട്ടില്ല, എന്നിട്ട് അവസാനത്തെ നിന്ന് ആലോചിക്കും. ആദ്യം കണ്ട റീല്, അപ്പൊ നിങ്ങളോട് ചോദിക്കുക, നിങ്ങളൊരു 10 റീല് കണ്ടതിന് ശേഷം ഞാൻ കണ്ട രണ്ടാമത്തെ റീൽ എന്തായിരുന്നു എന്ന് ആലോചിച്ച് നോക്കണ്ടി. അല്ലെങ്കിൽ ഞാൻ തുടങ്ങിയ റീല്, ഒന്നാമത്തെ ഷോർട്സ് ഉണ്ടല്ലോ, അതേതാന്ന് ആലോചിച്ച് നോക്കണ്ടി. നിങ്ങൾക്ക് കിട്ടൂല. നോക്കണ്ടി, നിങ്ങൾ കണ്ടുവരുമ്പോ നിങ്ങൾ തുടങ്ങിയ റീൽ ഏതാണ് എന്ന് നിങ്ങൾക്ക് കിട്ടില്ല. കാരണം എന്താ? നിങ്ങളുടെ ബ്രെയിന് പ്രോസസ്സ് ചെയ്യാനുള്ള സമയം നിങ്ങൾ കൊടുത്തിട്ടില്ല. പെട്ടെന്ന് റീല് കൊടുത്ത് ഇങ്ങനെ ബ്രെയിൻ ഇങ്ങനെ അവിടെ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇവൻ കാണിക്കുന്നത്? എന്താ ഈ ഇന്റെ തലച്ചോറ് വെച്ചിട്ടുള്ള ഈ മനുഷ്യന്റെ ബോഡി ഉണ്ടല്ലോ, എന്താ ഇവൻ കാണിക്കുന്നത്? ഇതിങ്ങനെ കറക്കിക്കൊണ്ടുവന്നാൽ എനിക്കിത് പ്രോസസ്സ് ചെയ്യണ്ടേ? ഇതെന്താ സാധനം എന്ന് മനസ്സിലാക്കേണ്ടത് പറ്റുന്നില്ല എന്നുള്ള. എന്താ സാധനം എന്ന് പറ്റുന്നില്ല. ചിന്തിക്കാനുള്ള സമയം നിങ്ങൾ കൊടുക്കണില്ല. ആ സമയം കൊടുക്കാതിരിക്കുമ്പോൾ നമുക്കെന്താ പറ്റുക? എന്ത് പറ്റും? ബ്രെയിൻ റോട്ട്. എന്താ ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞാൽ? റോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? റോട്ടൻ എഗ് എന്ന് പറഞ്ഞാൽ എന്താ? ചീമുട്ട, ചീഞ്ഞ കോഴിമുട്ട. ബ്രെയിൻ റോട്ട് എന്താണ്? എന്താ? ബ്രെയിൻ കേടുവരും. ഇന്നത്തെ ഒരുവിധം ആളുകൾക്കൊക്കെ ബ്രെയിൻ റോട്ട് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. കുറെ ആളുകൾക്ക് സംഭവിച്ചു എന്നുള്ളതാ പഠനം. നിങ്ങൾ തലച്ചോറിന് ഇങ്ങനെ ഒരു ഓട്ട വീഴുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാവോ? നിങ്ങൾ തലച്ചോറിന് എന്തൊക്കെയെ പറ്റി തലച്ചോറങ്ങ് ചുരുങ്ങി പോകുക എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമാവോ? ഇല്ല. നിങ്ങൾ ഇതേപോലെ റീല് കണ്ട് ബ്രെയിനിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റാതെ ഈ കൊക്കോമെലൻ എന്ന് പറയുന്ന ചാനൽ പറഞ്ഞ പോലെ കളർഫുൾ സാധനങ്ങളൊക്കെ കണ്ടിട്ട് സ്ലോ ആയിട്ടുള്ള സംഗതിയിൽ കാര്യമായിട്ട് നോക്കാതെ എല്ലാം 1x 1.5x 2x എടുത്ത് അടിച്ചു വിട്ട് വോയിസ് ഇങ്ങനെ കേട്ട് ആർക്കും ക്ഷമയില്ലാതായി മാറി. നിങ്ങളിങ്ങനെ റീല് കണ്ട് നിങ്ങൾ തലച്ചോറ് കേടുവന്നു. കാരണം എന്താ കാരണം? ഒരു റീസൺ എന്താണെന്നറിയോ? ഒരു റീല് കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് ഡോപ്പമിൻ സെക്രീഷൻ ഉണ്ടാവും. എന്തോ ഒരു സഡൻ ആയിട്ടുള്ള ഒരു സമാധാനം ഇന്ന് കിട്ടുകയാണ്. എന്നിട്ട് നിങ്ങളെ പെട്ടെന്ന് ഇങ്ങനെ ഡോപ്പമിൻ സെക്രീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു സമാധാനം കിട്ടും, സന്തോഷം കിട്ടും. ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ഹാപ്പി ഹോർമോൺ ഉണ്ട്, അത് തലയിൽ സെക്രീറ്റ് ചെയ്യും. ഇത് കണ്ട് ബ്രെയിൻ വർക്ക് ചെയ്യാൻ പറ്റാതെ, ഇത് പ്രോസസ്സ് ചെയ്യാൻ പറ്റാതെ അവസാനം ഡോപ്പമിൻ സെക്രീഷൻ നിൽക്കും. ബ്രെയിൻ റോട്ട് അവിടെ തുടങ്ങും. നിങ്ങളുടെ തലച്ചോറ് വർക്ക് ചെയ്യാതായി മാറും. കുറച്ചു കാലം ഈ നേരത്തെ പറഞ്ഞ ഈ സംഗതിയിൽ സോഷ്യൽ മീഡിയ അഡിക്ഷൻ, കുട്ടികളൊക്കെ ഇങ്ങനെ ചോറുന്നുമ്പോൾ നമ്മൾ കാണില്ല ചിലപ്പം സോഷ്യൽ മീഡിയ അല്ലേ, ചോറുന്നുമ്പോൾ സോഷ്യൽ മീഡിയ ഇങ്ങനെ കാണൂലേ. ഇത് കണ്ട് എന്താ സംഭവിക്കുന്ന അറിയോ? ഇന്നത്തെ കാലത്ത് ജനിക്കുന്ന കുട്ടികളിൽ സംഭവിക്കുന്ന ഒന്ന് സംഗതി എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഡെവലപ്മെന്റ് ഇല്ല എന്നാ പറയാ. അവര് കമ്മ്യൂണിക്കേഷനൊക്കെ ഒരുപാട് സമയം എടുക്കുക, ചിലത് മനസ്സിലാക്കാൻ ഒരു സമയം എടുക്കുക, ഒരുപാട് സമയം. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എൻജോയ് ചെയ്തിട്ടല്ല ഭക്ഷണം കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ എൻജോയ് ചെയ്യാതെ നിങ്ങളുടെ നോട്ടം മുഴുവൻ സോഷ്യൽ മീഡിയയിലേക്ക് എന്നിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളുടെ ബ്രെയിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ല, ശരീരം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യാണ്. എല്ലാം ചെയ്തുകൊണ്ട് ഒരേ സമയത്ത് പലതും സംഭവിച്ചുകൊണ്ടേയിരിക്കുക. ഒരേ സമയത്ത് ബ്രെയിനിന് നിങ്ങൾ പണി കൊടുക്കുന്നു, ശരീരത്തിനും പണി കൊടുക്കുന്നു. ഇത് പ്രോസസ്സ് ചെയ്യാനുള്ള സമയം കൊടുക്കുന്നില്ല. ആകെ ശ്രദ്ധിക്കുന്നത് എന്തിനാ? സോഷ്യൽ മീഡിയയിലേക്ക് മാത്രമാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് നിങ്ങളുടെ തലച്ചോറിനെ ശരിക്ക് ബാധിക്കും. നിങ്ങൾക്ക് കുറച്ചുകൂടി കഴിഞ്ഞാൽ നിങ്ങൾ പലതും മനസ്സിലാവില്ല, പഠിക്കാൻ സാധിക്കൂല. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ ബാധിക്കും. നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾക്ക് ഒരു സംഗതി മനസ്സിലാക്കാൻ സാധിക്കാതെയായി വരും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഈ ഒരു ബ്രെയിൻ റോട്ട് വരാതെ നിങ്ങൾ സൂക്ഷിക്കേണ്ടി വരും. നീ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ടെസ്റ്റ് നടത്താം. നിങ്ങൾ അഡിക്ഷനിലാണോ എന്നുള്ളത് ചെറിയൊരു ടെസ്റ്റ് നടത്താം. നിങ്ങൾക്ക് 3 കാര്യങ്ങൾ ഉണ്ടോ നോക്കിയാൽ മതി. അതിൽ ഒന്നെന്താണെന്നറിയോ? അഗ്രഷൻ. നിങ്ങളെ ഫോണ് നിങ്ങൾ
പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് നിന്ന് ആരെങ്കിലും വാങ്ങി വെക്കുക, നിങ്ങൾ കളിച്ചുകൊണ്ട് വെക്കുമ്പോൾ ഫോൺ പെട്ടെന്ന് വാങ്ങിക്കാന്നുണ്ടെങ്കിൽ ദേഷ്യം പിടിക്കണ്ടോ? നിങ്ങൾക്ക് ദേഷ്യം പിടിക്കുമോ? അല്ലേ, ചെറുതായിട്ട്. അതൊരു പ്രശ്നം. നിങ്ങൾ പ്രശ്നമായി എനിക്ക് ബ്രെയിൻ റോട്ട് ഉണ്ടോ എന്ന് പറഞ്ഞ് പേടിക്കണ്ട. നമ്മൾ അതിലേക്ക് എത്തുന്ന ലക്ഷണങ്ങളാണ്. അപ്പോൾ ഒന്ന് മാറി ചിന്തിച്ചാൽ മതി. ഇനി ആരെങ്കിലും വാങ്ങിയാൽ തന്നെ, നമ്മളടുത്ത് ഫോൺ വാങ്ങിയാൽ തന്നെ എൻ്റെ നല്ലതിനാന്ന് ആലോചിച്ചാൽ മതി. എൻ്റെ നല്ലതിനാണെന്ന് ആലോചിച്ചാൽ മതി. അതൊന്ന് അഗ്രഷൻ. മറ്റൊന്നെന്താണെന്ന് അറിയോ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടത്? മറ്റൊന്ന് പറയുന്നത് ഡിപ്രഷൻ. നേരത്തെ പറഞ്ഞേ, വൈഫൈ ഇങ്ങനെ സ്ലോ ആയി കഴിഞ്ഞാൽ, ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളെന്തോ കാര്യമായിട്ട് കണ്ടുകൊടുക്കുക, പെട്ടെന്ന് ബഫറിങ് കണ്ടുവരും യൂട്യൂബിൽ. വൈഫൈ സ്ലോ ആയി, ആകെ ദേഷ്യം പിടിച്ചു വരും. കണ്ട സാധനം അല്ലെങ്കിൽ റീൽ ഒന്നുകൊണ്ട് വർക്കാണില്ല. ഡിപ്രഷൻ അങ്ങനെ വരുന്നുണ്ടോ? പെട്ടെന്ന് നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു? കറണ്ട് കൊണ്ട് പോയി, നെറ്റും ഒന്നും കിട്ടുന്നില്ല. ഡിപ്രഷനൊക്കെ വരുന്നുണ്ടോ? വന്ന പ്രശ്നമല്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇനി അങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി. എൻ്റെ ഉപയോഗം കുറച്ച് കുറക്കുക. ഉപയോഗം കുറച്ചിട്ട് നെഗറ്റീവായിട്ടുള്ള വാർത്തകളൊന്നും പ്രത്യേകിച്ച് കാണരുത് ഈ ഒരു കാലഘട്ടത്തിൽ. നെഗറ്റീവ് വാർത്തകൾ എന്നൊക്കെ മാറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പതുക്കെ മാറുക. എന്നിട്ട് മൂന്നാമത്തെ സംഗതി എന്താ? അഗ്രഷനും ഡിപ്രഷനും അല്ലാതെ നേരത്തെ പറഞ്ഞ മറ്റൊരു സംഗതി എന്ത്? ഡിസ്ട്രാക്ഷൻ. അത് നമ്മളിങ്ങനെ പുസ്തകം എടുത്ത് തുറന്ന് വായിക്കാൻ പോവാണ്. അപ്പം നമുക്ക് തോന്നുന്നത് എന്ത്? മറന്നുപോയി, വേറെന്തോ സാധനം നമ്മൾ തുറന്നു. പുസ്തകം എടുത്തത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യും? ആ സമയത്ത് ആലോചിക്കും. അപ്പോൾ പുസ്തകം എന്തിനടുത്തെന്ന് പോലും നിങ്ങൾ മറന്നു പോവാ. ആ മറന്നു പോയാൽ എന്ത് ചെയ്യും? അതാണ് പറഞ്ഞത് ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ചിന്തകളൊക്കെ മാറിപ്പോവാ. ഇതിനൊക്കെ കാരണം ആരാണ്? കാരണം? സോഷ്യൽ മീഡിയ. നമ്മൾ തന്നെയാണ്. നമ്മളത് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു കാരണം മാത്രമാണ്. ശരി, മറ്റൊരു വിഷയം നോക്കും നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഇത് ബാധിക്കുന്ന മറ്റൊരു സംഗതി സമയം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങളെ സമയത്ത് ഇത് ബാധിക്കണ്ടേ. ആവശ്യമില്ലാത്ത ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വാർത്തകളും ആവശ്യമില്ലാത്ത കാര്യങ്ങളും ആവശ്യമില്ലാത്ത റീൽസും ഒക്കെ കണ്ടിട്ട് എല്ലാം കാണാമെന്നല്ല പറഞ്ഞു. റീൽസൊക്കെ കാണാം, പക്ഷേ അതെങ്ങനെ കാണണം എന്നുകൂടെ നമ്മൾ ആലോചിച്ചാൽ മതി. ഇത് നമ്മളെ സമയത്തെ എങ്ങനെ ബാധിക്കുന്നുണ്ടെന്ന് നിങ്ങൾ നോക്കിക്കോളി. നിങ്ങൾ പ്രത്യേകിച്ചും നമ്മളുടെ ഹദീസിൽ വന്നൊരു വാക്കുണ്ട്, എന്താ പറയുക? ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ. നിങ്ങൾ മരിച്ചു ചെല്ലുമ്പോൾ പരലോകത്തെത്തുമ്പോൾ 4 കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാതെ ഒരാളെ കാലും അവിടുന്ന് അനങ്ങൂല. 4 കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാതെ ഒരു മനുഷ്യന്റെ കാലും അവിടുന്ന് അനങ്ങൂല. അതിലെന്താ അറിയോ? അതിലൊന്ന് അൻ ഉംരിഹി ഫീമ അഫ്നഹു. അവൻ തുലച്ച അവന്റെ ആയുസ്, നശിപ്പിച്ച ആയുസില്ലേ? അൻ ഉംരിഹി ഫീമ അഫ്നഹു. അവൻ നശിപ്പിച്ച അവന്റെ ആയുസ് നശിപ്പിച്ചില്ലേ? ഒരുപാട് സമയം ഇതിൽ നമ്മൾ സമയം നശിപ്പിച്ചില്ലേ? എത്ര ദിവസം നമ്മൾ ശരിക്കും കണക്കൂട്ടി വെക്കണേ. നമ്മൾ ജീവിച്ചതിൽ നമ്മൾ ചെയ്ത പ്രൊഡക്റ്റീവായിട്ടുള്ള നല്ല കാര്യങ്ങളും ബാക്കി എത്ര സമയം നമ്മൾ ഉപയോഗിച്ചു എന്ന് വെറുതെ കണക്കൂട്ടി വെക്കണ്ടി. ഒരു ദിവസത്തെ കേട്ടോ, ഒറ്റ ദിവസം നമ്മൾ ചെയ്ത നന്മയായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ വെറുതെ സമയം ചെലവഴിച്ചതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വെറുതെ കണക്കൂട്ടിക്കൊണ്ടി. അതിൽ ഇന്നത്തെ ദിവസമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരം കിട്ടുന്ന ഇന്നത്തെ ദിവസമായിരിക്കും. കാരണം എന്താ? ഫുൾ ഡേ ഇവിടെ പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾ പടച്ചോന മാർഗത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടെന്താ? ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് പകല് നിങ്ങളോട് ചോദ്യം ചെയ്യാൻ തന്നെ സാധ്യതയില്ല. ചോദ്യം ചെയ്യാൻ തന്നെ എന്ത് ചെയ്യുമല്ലോ അറിയോ? ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് മടുത്തുണ്ടാവും. സ്വാഭാവികമാണ്. വലിയൊരു ഇതിൽ നമ്മൾ എത്രത്തോളം കുറേ സമയം സംസാരിക്കാനൊന്നും അല്ലെ മിണ്ടാതെക്കാനൊന്നും കഴിയൂല. അപ്പം അടുത്തുള്ളവനെ തോണ്ടിയിട്ട് വല്ല സംസാരിച്ച് കഴിഞ്ഞാലേ സ്വന്തം എടുത്തുള്ള ആൾക്ക് വിളിച്ചിട്ട് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ശ്രദ്ധയും കൂടി നമ്മൾ കളയും. ആ ശ്രദ്ധയും കൂടി കളയുമ്പോൾ എന്താ സംഭവിക്കുക? അതിൻ്റെ കുറ്റം കിട്ടും. അതല്ലാതെ ഇവിടെ വന്നിരുന്നതിന് കുറ്റങ്ങൾക്ക് കിട്ടില്ല. ഇന്നത്തെ ദിവസം ചോദ്യം ചെയ്യൂല. അതാണ് നമ്മളെ സമയം നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞത്. ആൻഡ് ഉംരിഹി ഫീമ അഫ്നഹു. പിന്നെ പറഞ്ഞാൽ എന്താ അറിയാം? നമ്മളോട് എന്താ പറഞ്ഞത്? അൻ ഇൽമിഹി മാദാ അമില ബിഹി. നിങ്ങൾക്ക് അറിവുണ്ടായിരുന്നല്ലോ, ആ അറിവ് എന്തേ നിങ്ങൾ ചെയ്തത്? ഇപ്പം ഞാൻ ഈ വിഷയങ്ങളെക്കുറിച്ച് അറിവുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ അറിവ് ഈ പൂഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ, ആരോടും പറയാതെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഞാൻ ചോദ്യം ചെയ്യപ്പെടേണ്ടി വരും. ഒന്ന് അറിവിനെ കുറിച്ചാണ്, ഒന്ന് ആയുസ്സാണ്, സമയമാണ്, മറ്റൊന്ന് അറിവാണ്. പിന്നെ പറഞ്ഞത് എന്താ അറിയോ? വഅൻ മാലിഹി മിൻ അയ്ന ഇക്തസബ വഫീമ അൻഫഖ. നിങ്ങളെ സമ്പത്ത്, അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യും. ആ സമ്പത്ത് എങ്ങനെ സമ്പാദിച്ചു, എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ചോദ്യം ചെയ്യപ്പെടും. വഅൻ ജിസ്മിഹി ഫീമ അബ്ലാഹു. നിങ്ങളുടെ ശരീരം, നല്ല ആരോഗ്യമുണ്ട് കുട്ടികളാ, നല്ല ആരോഗ്യമുണ്ട്, നിങ്ങളുടെ ശരീരം നിങ്ങൾ നല്ല കാര്യത്തിനല്ല ഉപയോഗിച്ചെന്നുണ്ടെങ്കിൽ അതും ചോദ്യം ചെയ്യപ്പെടും. പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ സംഗതി എന്താണെന്നറിയോ? എടുത്തു പറഞ്ഞ സംഗതി എന്താ? നിങ്ങളുടെ ശരീരം, സമ്പത്ത്, ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം പറഞ്ഞത് നിങ്ങളുടെ ആരോഗ്യം, ആയുസ് എല്ലാം ബന്ധപ്പെടുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ട? വഅൻ ശബാബിഹി ഫീമ അബ്ലാഹു. നിങ്ങൾ ഈ ചെറുപ്രായല്ലേ,
ഈ ചെറുപ്രായം നിങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യുന്ന പറഞ്ഞത്. നിങ്ങളെ പ്രായത്തിൽ നിങ്ങൾ നന്മ ചെയ്യാതെ നിങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നടന്ന് സോഷ്യൽ മീഡിയ എല്ലാം ഉപയോഗിച്ച് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യുവത്വത്തെക്കുറിച്ചും നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മളെല്ലാവരും അശ്രദ്ധരായിട്ടുള്ള രണ്ട് സംഗതിയാ. നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാഗ്. രണ്ട് കാര്യങ്ങളിൽ അധികം ആളുകളും ഒരുവിധം എല്ലാവരും രണ്ട് കാര്യങ്ങളിൽ അശ്രദ്ധരാണ്. അസ്സിഹ്ഹത്ത് നമ്മൾ ആരോഗ്യത്തെക്കുറിച്ച്, രണ്ട് അൽ ഫറാഗ് ഒഴിവ് സമയം. ഈ രണ്ട് സമയത്തെക്കുറിച്ചും നമ്മൾ എന്താണ് അശ്രദ്ധരാണെന്നാ. ഓക്കെ, പറഞ്ഞു വന്നത് ചുരുക്കം എന്താ അറിയോ? പറഞ്ഞു വന്നതിൻ്റെ ആകെ ചുരുക്കം എന്ന് പറഞ്ഞത്, ഇനിയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, മനുഷ്യന്മാർ ജീവിക്കാൻ മറക്കുന്നു എന്നുള്ളതാണ്. സന്തോഷം എല്ലാം പോയിട്ട് മനുഷ്യന്മാർ ജീവിക്കാൻ മറക്കുന്നു. എല്ലാം എന്തിലേക്ക് മാറുകയാണ്? യഥാർത്ഥ ജീവിതത്തിൽ എന്തിലേക്ക് മാറുകയാണ്? സോഷ്യൽ മീഡിയയിലേക്ക് മാറുകയാണ്. ഒരു ട്രിപ്പ് പോയി നല്ല കാഴ്ചകൾ കാണാനുണ്ട്, അവിടെ പോയിട്ട് സോഷ്യൽ മീഡിയയിൽ കളിച്ചിരിക്കുന്നുണ്ടെങ്കിലോ പ്രകൃതി ആസ്വദിക്കുന്നുണ്ടോ? അല്ല. ശരിക്ക് കാണേണ്ട ഒരു സംഗതികളും നല്ല നിലക്ക് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഒന്നും ആസ്വദിക്കാതെ വി ഫോർഗോട്ട് ടു ലീവ്. നമ്മൾ ജീവിക്കാൻ ശരിക്കും എന്ത് ചെയ്തു? മറന്നുപോയി. എല്ലാം നമ്മളുടെ സോഷ്യൽ മീഡിയയായി മാറി. സുഹൃത്തുക്കൾ സോഷ്യൽ മീഡിയയായി മാറി, ചിന്തകൾ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയായി മാറി, സമാധാനം കിട്ടുന്നത് സോഷ്യൽ മീഡിയയായി മാറി. എല്ലാം ജീവിതത്തിൽ നിന്ന്, യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് നേരെ കിട്ടേണ്ട സംഗതികളെല്ലാം സോഷ്യൽ മീഡിയയായി മാറി. ഇതിനാണ് ടെക്നോളജിക്കൽ ഡിറ്റർമിനിസം എന്ന് പറയുന്നത്. ടെക്നോളജിക്കൽ ഡിറ്റർമിനിസം എന്താ മനസ്സിലായോ? നിങ്ങളുടെ ജീവിതത്തെ തീരുമാനിക്കുന്നത് ടെക്നോളജി ആയിരിക്കും. ഇത് എന്ന് വന്ന പഠനം എന്നറിയോ നിങ്ങൾക്ക്? വർഷങ്ങൾക്ക് മുന്നേ, നിങ്ങൾ ജനിക്കുന്നതിനേക്കാൾ 50 വർഷം മുന്നേ വന്ന പഠനമായിരിക്കും, അല്ലെങ്കിൽ ഒരു 100 വർഷം മുന്നേ വന്ന പഠനം. കുറച്ചു കാലം കൂടി കഴിഞ്ഞാൽ ടെക്നോളജി ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തെ തീരുമാനിക്കുന്നത് എന്നുള്ള പഠനം വന്നത്. ഇന്നല്ല, വർഷങ്ങൾക്ക് മുന്നെയാണ് ആ പഠനം വന്നത്. അതിലെന്താ പറഞ്ഞറിയോ? അതായത് സിസ്റ്റം, കമ്പ്യൂട്ടറുകളാണ് തീരുമാനിക്കുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, ചില നിങ്ങൾ എന്ത് വാങ്ങണം എല്ലാം ആരാ തീരുമാനിക്കുക? സിസ്റ്റം തീരുമാനിക്കും, ആൽഗരിതം തീരുമാനിക്കും. നിങ്ങൾ എന്തെങ്കിലും സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തോളൂ, നിങ്ങൾ എന്താ പറയാ, ഈ ആമസോൺ, ഫേസ്ബുക്ക് ഒക്കെ അല്ലേ, ഇങ്ങനത്തെ ആമസോണും ഫ്ലിപ്കാർട്ടൊക്കെ അല്ലേ, ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷനിൽ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവും അല്ലേ? ഇന്ന സാധനത്തിന് ആമസോണിൽ വില കുറവാ, ഇന്ന സാധനത്തിന് ഫ്ലിപ്കാർട്ടിൽ വില കുറവാ. ഇത് ആര് കേട്ടിട്ടുണ്ടാവും? നമ്മളുടെ ഫോണ് കേൾക്കും. എങ്ങനെ ഫോണ് കേൾക്കുക? നിങ്ങൾ സംസാരിക്കുന്ന എല്ലാ വാക്കും നിങ്ങളുടെ ഫോൺ കേൾക്കും. നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ കേൾക്കും? നിങ്ങളുടെ ഫോണ് നിങ്ങൾ സംസാരിക്കുന്ന എല്ലാ സംഗതി റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സംസാരിക്കുന്ന ഓരോ വാക്കും നിങ്ങളുടെ ഫോൺ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? ഇപ്പൊ ഈ സദസ്സിൽ തന്നെ നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ സംസാരിക്കൂലോ ഓരോന്ന്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഒരു ഫോണിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു മോതിരത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്വർണത്തിന്റെ ഒരു വള, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സാധനം, ഒരു ജ്വല്ലറി, അല്ലെങ്കിൽ ഒരു ഗാഡ്ജറ്റ്സ്, ആപ്പിളിന്റെ ഒരു വാച്ച്, എന്തെങ്കിലും ഒരു പവർ ബാങ്ക്, ഇങ്ങനത്തെ ഒരു സാധനത്തിനെ കുറിച്ച് പറഞ്ഞു തന്നിരിക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ, ഒരു ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ തുറന്നു നോക്കിയാൽ, പിന്നെ കാണുന്ന പരസ്യം മുഴുവൻ ഇതായിരിക്കും. എന്താ കാരണം? ഫോൺ എങ്ങനെയാണ് അത് കേട്ടത്? മൈക്കുണ്ട്, മൈക്കിലൂടെ എങ്ങനെയാണ് അത് കേൾക്കണത്? നിങ്ങൾ ഫോണിൽ ഈ ഒരു സംഗതി കണ്ടോ? ഗൂഗിൾ അസിസ്റ്റന്റ്, ആപ്പിളില് ഹേയ് സിരി, ഹേയ് ജെമിനി, കേട്ടില്ലേ? ഇത് ഫോണിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ ശബ്ദമാണ് ഇതിന് മനസ്സിലാവുണ്ടല്ലോ. അപ്പോഴാണത് തുറക്കുക, അപ്പോഴേ അത് വർക്ക് ചെയ്യുള്ളൂ, നമ്മളുടെ ശബ്ദമാകുമ്പോൾ മാത്രം. ഇത് നമ്മളുടെ ശബ്ദമല്ല, വേറൊരാളുടെ ശബ്ദമാണെന്നുണ്ടെങ്കിൽ അപ്പോഴും ഇത് കേൾക്കും. എന്നിട്ട് അതിങ്ങനെ ചെക്ക് ചെയ്തിട്ട് ഓക്കെ ഇത് നമ്മളുടെ ശബ്ദമല്ല, യഥാർത്ഥ ഓണറുടെ ശബ്ദമല്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കും. അത് യഥാർത്ഥ ഓണറുടെ ശബ്ദം വരുമ്പോൾ മാത്രം എന്ത് ചെയ്യുള്ളൂ, അത് റെസ്പോൺസ് ചെയ്യുള്ളൂ. പക്ഷെ ഇതെല്ലാം ഫോണിലേക്ക് കയറുന്നുണ്ട്. എല്ലാവരുടെ ശബ്ദവും, നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഫോണിലേക്ക് കയറുന്നുണ്ട്. എന്നിട്ടോ അപ്പൊ നിങ്ങൾ ഫോൺ തുറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ സജഷൻസ് വരും, ഇന്നത് വാങ്ങിക്കോളി. നിങ്ങൾ വാങ്ങാൻ വിചാരിച്ചിട്ടൊന്നുണ്ടാവില്ല, ചിലപ്പോൾ വെറുതെ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഇത് കാണിച്ചു തന്ന് നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കും.
എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനും എൻ്റെ സുഹൃത്തും കൂടെ ഹൈദരാബാദിൽ നിന്ന് ഒരു സമയത്ത് വരുന്ന സമയത്ത് ഞങ്ങൾ പറയും, ഇടയ്ക്ക് പറയേണ്ടത്, ഞങ്ങൾ ഒരു സ്ഥലത്തെത്തിയപ്പം ഒരു ഹമ്പ് ചാടി അങ്ങനെ കുറച്ചങ്ങ് പോകുന്നു. നിങ്ങൾക്ക് ആ സ്ഥലം ഓർമ്മ വന്നാട്ടോ. അപ്പോൾ പെട്ടെന്ന് ഞാൻ തുമ്മി, 2-3 പ്രാവശ്യം ഞാൻ തുമ്മി കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ എൻ്റെ സുഹൃത്ത് ചോദിച്ചു എന്നോട്, എന്താ തുമ്മൽ അലർജി ഉണ്ടോ ചോദിച്ചു. സാധാ പോലെ വർത്തമാനത്തിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ തുറന്നപ്പം എൻ്റെ സോഷ്യൽ മീഡിയയിൽ കാണിച്ചൊരു പരസ്യം എന്താ അറിയോ, തുമ്മൽ നിങ്ങൾക്കൊരു പ്രശ്നമാണോ. എങ്ങനെ അത് ഫോൺ കണ്ടത്, എങ്ങനെ കണ്ടത്? നിങ്ങൾ പറയുന്നതെല്ലാം റെക്കോർഡാ, എല്ലാം റെക്കോർഡാ. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ചിന്തിക്കണം ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം. വാട്ട് ടു ഡു എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം? നിങ്ങൾ പറയാ, സൊല്യൂഷൻ പറയും. എന്ത് ചെയ്യണം? സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുറക്കണം. ഉപയോഗിക്കണമെന്നല്ല, ഉപയോഗിക്കണം. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതെ നിങ്ങൾ സീറോ ആണ്. അഡിക്റ്റീവ് എന്ന് പറയുന്നതിൽ നിന്ന് പ്രൊഡക്റ്റീവ് എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തണം. അഡിക്ഷൻ അല്ല വേണ്ടത്. നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കണം. വെറുതെ സോഷ്യൽ മീഡിയ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുത്. അതിലൊന്ന് 2-3 സൊല്യൂഷൻ പറഞ്ഞ് ഞാൻ നിർത്താം, അവസാനിപ്പിക്കട്ടോ, അവസാനിപ്പിക്കണേ. 2-3 സൊല്യൂഷൻ കൂടെ കണ്ടോ. ഇത് ചെയ്ത് വേണം നിങ്ങൾ പോവാൻ. എന്ത്? ഒന്ന്, ഗീവ് ടൈം ടു പ്രോസസ്. നിങ്ങളുടെ ബ്രെയിന് സമയം കൊടുക്കുക. എന്തറിയോ, റീല് കണ്ടോളി, കാണണ്ടെന്നല്ല പറഞ്ഞു, ഷോർട്സ് ഒക്കെ കാണാം, റീലും ഷോർട്സ് ഒക്കെ കണ്ടോളി, പക്ഷെ നിങ്ങളുടെ ബ്രെയിന് സമയം കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ 5-6 റീൽ ഒരുമിച്ച് കാണുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെന്താ, നിങ്ങളുടെ ബ്രെയിന് കേടുവരും. അത് ഒരു റീല് കണ്ടിട്ട് കുറച്ച്, അല്ലെങ്കിൽ 1-2 റീല് കണ്ടിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. അടുത്ത് കാണുന്നതിന് മുമ്പ് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക, ഫോണിൽ നിന്ന് ഇറങ്ങുക. അപ്പൊ നിങ്ങളുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്തോളും, എന്ത് റീലാണ് കണ്ടതെന്ന് പ്രോസസ്സ് ചെയ്തോളും. അത് നിങ്ങൾ ആർക്കോ അയക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, പക്ഷേ നല്ല റീലായിരിക്കണം. ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് അയക്കാൻ നിൽക്കരുത്. എന്നിട്ട് നല്ലത് കണ്ടിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ചിരിക്കാനോ എല്ലാത്തിനും പറ്റും. പക്ഷേ നിങ്ങൾ 2-3 റീല് കണ്ട് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് വേണേൽ നിങ്ങൾ പിന്നെ പതുക്കെ കണ്ടോളൂ, കുറച്ച് കഴിഞ്ഞിട്ട് വേണേൽ കണ്ടോളൂ, സമയം എടുത്ത് കാണാം. ഏറ്റവും നല്ല റീലുകളിലേക്ക് നിങ്ങൾ സ്വിച്ച് ചെയ്യുക. ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളിലേക്ക് നിങ്ങൾ സ്വിച്ച് ചെയ്യുക. ഹദീസുകൾ ഉണ്ടാവും, നല്ല വിഷയങ്ങളുണ്ടാവും, ഇസ്ലാമികപരമായിട്ടുള്ള വിഷയങ്ങളുണ്ടാവും. അതിലേക്ക് സ്വിച്ച് ചെയ്ത് കാണുന്നത് ഇങ്ങനെ മാറ്റി വരും. അപ്പോൾ നിങ്ങളുടെ ആൽഗോരിതം എന്തായി മാറും? റിലീജിയസ് പേഴ്സ്പെക്റ്റീവ്, നല്ല ദീനുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളായി മാറും. അതാണ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സമയം കൊടുക്കുക, തലച്ചോറിന് സമയം കൊടുക്കുക, അല്ലെങ്കിൽ തലച്ചോറ് കേടുവരും. കുറച്ച് കാലമാകുമ്പോഴത്തിന് തലച്ചോറ് കേടുവരും. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്താണെന്നറിയോ? രണ്ടാമത്തത്, ഉറങ്ങാൻ ശ്രമിക്കുക. ഒരു പക്ഷേ ഇപ്പൊ നിങ്ങൾ സോഷ്യൽ മീഡിയ അധിക സമയം ഉപയോഗിച്ച് ഉറങ്ങാത്തൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം അധികം സമയം എന്ത് ചെയ്യും, നിങ്ങളുടെ ഉമ്മയോ ഉപ്പയോ ഒക്കെ നേരത്തെ ഫോൺ ഉറങ്ങുന്നതിന് മുമ്പ് വാങ്ങി വെക്കും. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ ഫോണൊക്കെ വന്ന് നിങ്ങൾ അതിന് സ്വതന്ത്രമായി കഴിഞ്ഞാൽ നിങ്ങൾ ഉറക്കം നിങ്ങൾ നഷ്ടപ്പെടും. വിശുദ്ധ ഖുർആൻ പറഞ്ഞതാ, എന്ത്, വജഅൽനാ ലൈല ലിബാസ, രാത്രിയെ വസ്ത്രമാക്കി എന്ന് പറഞ്ഞാൽ ഉറങ്ങാനുള്ള സമയം. അത് കൃത്യമായിട്ട് റുട്ടീനിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ തലച്ചോറിനത് ബാധിക്കൂല, നിങ്ങളെ തലച്ചോറിനെ ബാധിക്കൂല. ഉറക്കം കൃത്യമായിരിക്കണം. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? അപ്സ്കിൽ. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് നിങ്ങളെ പഠനവുമായി ബന്ധപ്പെട്ടതായിരിക്കണം. നിങ്ങളിപ്പോൾ ഒരു സ്കൂളിൽ പഠിക്കുകയാണ്, നിങ്ങൾക്ക് ഇന്ന കോഴ്സ് ചെയ്യണം, അതിന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം. ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ടാവും. നിങ്ങൾക്കൊരു ഭാഷ പഠിക്കണം, നിങ്ങൾക്ക് അതിന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം. ഒരു കവിത പഠിക്കണം, അതിന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം. അങ്ങനെ അപ്സ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലേക്ക് വേണ്ടി മാത്രം എന്ത് ചെയ്യുക സോഷ്യൽ മീഡിയ ഉപയോഗം നിങ്ങൾക്ക്. ചാറ്റ് GPT ഇങ്ങനത്തെ ഒരുപാട് സംഗതികൾ ഉണ്ടാവില്ലേ, അല്ലേ? ഇതിലൊന്നും ആവശ്യമില്ലാത്ത കണ്ടന്റ് നിങ്ങൾ സെർച്ച് ചെയ്യണ്ട. എല്ലാം തോന്നിയ പോലെ സെർച്ച് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മളുടെ പിക്ചർ പഴയ കാലത്ത് നമ്മൾ ഭാവിയിൽ ഞാൻ എങ്ങനെയായിരിക്കും അങ്ങനെയുള്ള രൂപത്തിലേക്ക് നമ്മൾ പിക്ചർ മാറ്റാൻ വേണ്ടി പ്രോംപ്റ്റ് കൊടുക്കണ്ട. നല്ല രീതിയിൽ പ്രോംപ്റ്റ് കൊടുത്തിട്ട് കിട്ടുന്ന സാധനത്തിനെ ഏറ്റവും നല്ല രീതിയിൽ റിസർച്ച് ചെയ്യാൻ നോക്കാം. ഒരു പഠനം വേണം, നിങ്ങൾക്ക് ആ പഠനത്തിന് ഏറ്റവും നല്ല റിസർച്ച് ചെയ്യാൻ നോക്കാം നല്ല രീതിയിൽ. മറ്റൊന്ന്, നമ്മൾ ഈ ഷോർട്സും റീൽസും ഇല്ലേ, അത് കുറച്ചിട്ട് കൂടുതൽ നേരം അതിൽ കാണണ്ട. കുറച്ചിട്ട് എന്ത് ചെയ്യുക, നല്ല വീഡിയോസ്, കംപ്ലീറ്റുള്ള വീഡിയോസ് കാണാം. ഇപ്പം ഇതെല്ലാം നമുക്ക് പറയാൻ പറ്റുന്ന ഒരുപാട് നല്ല വീഡിയോസ് ഉണ്ട്. അത് നല്ല വീഡിയോസ്, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ദീനീപരമായിട്ടുള്ള വിഷയങ്ങളുള്ള, നിങ്ങളോട് ഒരാൾ ചോദിക്കാൻ സാധ്യതയുള്ള, അതിൽ പഠിച്ചേക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളെല്ലാം തീർക്കുന്ന ഒരുപാട് ചാനലുകൾ ഉണ്ടാവും. ഇതെല്ലാം കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നമ്മൾ റീലുകളുടെ ആ ഒരു സമയം മാറും. എന്നിട്ട് എന്ത് ചെയ്യുക, ബാക്ക് ടു ഖുർആൻ. കുറച്ച് സമയം ഖുർആനെ എന്ത് ചെയ്യുക, ഓതാൻ ശ്രമിക്കുക. നിങ്ങൾ എന്നും ഖുർആൻ ഓതേണ്ടോ? എല്ലാവരും ഓതുന്നില്ല, കഴിയണില്ലല്ലോ. ഈ ഒരു കാലഘട്ടത്തിൽ മറന്നില്ലേ? ഇത് ഇന്ന് മുതൽ തുടങ്ങാം. പറ്റുന്നുണ്ടെങ്കിൽ, ഇനി ഓതുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ ഒരു ഏറ്റവും ചെറിയ ഒരു സൂറത്തുനിന്ന് മാത്രം ഖുർആൻ തുറന്നോതുക. ഇത് മനസ്സിൽ ഓതുക എന്ന് മാത്രമല്ല, ഖുർആൻ തുറക്കുക. ഖുർആനായിട്ടൊരു അടുപ്പുണ്ടാവാൻ വേണ്ടിയിട്ട് ഖുർആൻ തുറക്കുക. എന്നിട്ട് ചെറിയ സൂറത്തെങ്കിൽ ചെറിയ സൂറത്ത് ഓതുക. അതിങ്ങനെ സമയം പതുക്കെ കൂട്ടി വരിക.
ഒറ്റയടിക്ക് ഇന്ന് തുറന്ന് ഞാൻ ഇന്നലെ ഖുർആൻ മുഴുവൻ ഓതി തീർക്കുന്നു പറയണ്ട. പതുക്കെ പതുക്കെ അത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ ഓതി വരാം. എല്ലാവരും നോമ്പിന്റെ സമയത്ത് മാത്രമേ ഖുർആൻ തീർക്കുള്ളൂ, ബാക്കിയുള്ള സമയത്ത് തീർക്കൂല. എന്നാൽ പ്രവാചകൻ പറഞ്ഞത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അദ്വമുഹ വ ഇൻ ഖല്ല, കുറച്ചെങ്കിലും നോമ്പ് കഴിഞ്ഞാലും കുറച്ചെങ്കിലും ഓതുണ്ട്, കുറച്ചേ ഓതുന്നുള്ളൂ, പക്ഷെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമാണ് എന്നുള്ളത്. അപ്പം അങ്ങനെ ഖുർആനിലേക്ക് മടങ്ങുക. പിന്നെ അവസാനമായിട്ട് പറയാനുള്ള സംഗതി എന്താ അറിയോ, നമ്മൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് സംഗതികളുണ്ടാവും. അതിലേറ്റവും ഉപകാരപ്പെടുന്ന സംഗതികളിൽ ഒന്നാണ്, നമ്മൾ മരണപ്പെട്ടാലും 3 കാര്യങ്ങളെ നിങ്ങൾക്ക് ബാക്കിയാവുള്ളൂ. 3 കാര്യങ്ങൾ. ആ 3 കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് എന്താ അറിയോ, ഉപകാരപ്രദമായിട്ടുള്ള അറിവാ, നിങ്ങൾക്ക് കിട്ടുന്ന അറിവ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ, അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ അത് കാലാകാലം എനിക്ക് ഉപകരിക്കും. എങ്ങനെ, ഞാൻ മരണപ്പെട്ടു പോയിട്ട് ഞാൻ നിങ്ങൾക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിരിക്കാം. ഞാൻ നിങ്ങൾക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു, ഞാൻ മരിച്ചാലും നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് ആർക്കും കൂടി ആ കൂലി കിട്ടും, എനിക്ക് കിട്ടും. ഞാൻ ഖബറിൽ കിടക്കാന്നുണ്ടെങ്കിൽ എനിക്ക് ആ കൂലി കിട്ടുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഉപകാരപ്രദമായിട്ടുള്ള അറിവ് നിങ്ങൾക്ക് നിലനിർത്താൻ പറ്റുന്ന ഒരു സംഗതി എന്താണെന്നറിയോ, ഇൽമുൻ യുൻതഫഉ ബിഹി എന്നാ പറയാ. നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള അറിവ് സോഷ്യൽ മീഡിയയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ അറിയോ, ഇങ്ങനെ നിങ്ങൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പേജ് കൂടെ തുടങ്ങാം. ഒരു പേജ് കൂടി തുടങ്ങാം. ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യേണ്ടതല്ല പറഞ്ഞത്, ഒരു പേജ് കൂടെ തുടങ്ങിയിട്ട് എന്ത് ചെയ്യാം, അതിൽ ഇങ്ങനത്തെ ഒരുപാട് പേജുകൾ, ഇങ്ങനത്തെ നല്ല കണ്ടന്റ്സ് ഇടാം. നോക്ക് നിങ്ങൾ, ഇതൊക്കെ കുറച്ച് ആളുകളുടെ പേജുകളാണ്. അപ്പൊ അതിലുണ്ടോ എവരിഡേ ദിക്ർ എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ടല്ലേ, അല്ലേ? അപ്പൊ അതില് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പെണ്ണ്, ഒരു സ്ത്രീ ആയിട്ടാണ് ആ കുട്ടി ഇട്ടതാണെന്ത്, കുറച്ച് ദിക്റുകൾ. അപ്പൊ നിങ്ങൾ കാണുക സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതിങ്ങനെ അത് കണ്ട് ഇപ്പൊ തന്നെ ഓതിണ്ടാവില്ലേ, ജസ്റ്റ് നോക്കിണ്ടാവില്ലേ, ഒന്ന് വായിച്ചു നോക്കിണ്ടാവില്ലേ, അതിനാ കൂലി ഇട്ടിണ്ടാവും. അതിന് കിട്ടിയിട്ടുണ്ടാവും ആ കൂലി. ആർക്ക്? നമ്മൾക്കും കിട്ടിയിട്ടുണ്ടാവും, ആ പേജ് ഉണ്ടാക്കിയ ആൾക്കും കിട്ടിയിട്ടുണ്ടാവും. നമ്മളെങ്ങാനും മരിച്ചു പോയാലും ഈ പേജ് അപ്പോഴും അവിടെ ഉണ്ടാവില്ലേ? നമ്മൾ മരിച്ചാലും ആ പേജ് അവിടെ ഉണ്ടാവില്ലേ? അപ്പോഴും എന്ത് ചെയ്യും, നമ്മൾ അറിയാതെ നമ്മൾക്ക് ചില പ്രതിഫലം ഖബറിൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അതിന് കാരണം എന്തായിരിക്കും, നമ്മള് ബാക്കിയുള്ള ആളുകൾ ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാതിരുന്നപ്പോൾ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്ത രീതിയാണിത്. അതിന്റെ പ്രതിഫലം ആര് അങ്ങനത്തെ വചനങ്ങൾ ഓതിയാലും, ആരാ പ്രാർത്ഥന ചൊല്ലിയാലും, എത്ര കാലം ആ പ്രാർത്ഥന അവിടെ നിലനിൽക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കണ്ടന്റ് അവിടെ നിലനിൽക്കുന്നുണ്ടോ, അത്ര കാലം എന്ത് ചെയ്യും, നമ്മൾക്ക് ഖബറിൽ അതിങ്ങനെ നമ്മൾ അറിയാത്ത പ്രതിഫലം ഇങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മളുടെ സോഷ്യൽ മീഡിയയെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഞാൻ അത് അവസാനിപ്പിക്കാം. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞാൽ, ഇതുവരെ പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം എന്ന് പറയുന്നത്, ക്രക്സ് എന്ന് പറയുന്നത്, അതിന്റെ കാമ്പ് എന്ന് പറയുന്നത് എന്താ സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടെന്നാണോ? എങ്ങനെ ഉപയോഗിക്കണം എന്നാ പറഞ്ഞത്? ഏറ്റവും നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട്. റീൽസ് കാണണ്ടെന്ന് പറഞ്ഞോ? കാണണം. എങ്ങനെ കാണണം? കുറച്ച് കണ്ടാൽ മതി. കുറച്ച് കണ്ടിട്ട് എന്ത് ചെയ്യാം, കുറച്ച് സമയം കൊടുക്കുക തലച്ചോറിന്. പിന്നെ എന്ത് കാണണ്ടെന്നാ പറഞ്ഞത്? ആവശ്യമില്ലാത്ത ഇൻഫ്ലുവൻസേഴ്സിന്റെ വാക്കുകളും അവരെ ചർച്ചകളും അതെല്ലാം കൂടെ എടുത്തിട്ട് കാണണ്ട. നല്ല നല്ല പോഡ്കാസ്റ്റുകൾ ഉണ്ടാവും, നല്ല നല്ല ചർച്ചകൾ ഉണ്ടാവും. നമുക്ക് ആവശ്യമുള്ള നാടിനെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ച്, വിശുദ്ധ ഖുർആനെ കുറിച്ച്, ദീനിനെ കുറിച്ച് എല്ലാമുള്ള സംഗതി ഉണ്ടാവും, അത് കാണാം. ആവശ്യമില്ലാത്ത ഇൻഫ്ലുവൻസേഴ്സിനെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ സമയത്തെ കൊല്ലും, അത് നാളെ ചോദ്യം ചെയ്യും. സമയമാണ് പ്രധാനം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ സമയം അത്ര വിലപ്പെട്ടതാ. കാരണം ഒരു തവണ അത് പോയി കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റൂല. സമ്പത്ത് മാതിരിയല്ല അത് സമയം എന്ന് പറയുന്നത്. ഏറ്റവും ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഏറ്റവും നല്ല രീതിയിൽ ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസിനൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിയും വിവേകവും ഒക്കെ അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.